സ്വാഗതം സൂപ്പർ പ്രൈം ടൈമിലേക്ക്. കർണനും പോലീസും കളക്ടർ ബ്രോയും 3 വിവിധങ്ങളായ വിഷയങ്ങൾ. അതിൽ അധികാരസ്ഥാനത്തോടുള്ള അടുപ്പവും ഇടപെടലും ഉണ്ടാക്കിയ വിവാദങ്ങളാണ് കോമൺ ആയി നിൽക്കുന്നത് എന്നുള്ളതാണ് ഒരു സവിശേഷത ഈ 3 വിഷയങ്ങളിൽ. ഒന്ന്, ദിവ്യ എസ് അയ്യർ കെ രാഗേഷിന് അനുകൂലമായി നടത്തിയ ഒരു പരാമർശം, അതുണ്ടാക്കിയ രാഷ്ട്രീയ വിവാദങ്ങൾ, അതിൻ്റെ പേരിൽ അവർ നേരിടുന്ന സൈബർ അധിക്ഷേപം, അത് വിശദമായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ് എന്ന് വിചാരിക്കുന്നു. അതിനോടൊപ്പം തന്നെ എൻ പ്രശാന്ത് ചീഫ് സെക്രട്ടറിക്ക് നേരെ നടത്തുന്ന പരാമർശങ്ങൾ, അദ്ദേഹം നേരിടേണ്ടി വരുന്ന അച്ചടക്ക നടപടി, അദ്ദേഹത്തിൻ്റെ വാദങ്ങൾ, ഇതെല്ലാം നമ്മൾ അനുദിനം എന്നതുപോലെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. MR അജിത് കുമാറിനെതിരായ 2 പരാതികൾ. ഒന്ന്, അദ്ദേഹത്തിൻ്റെ അനധികൃത സ്വത്തുമായി ബന്ധപ്പെട്ട കേസിൽ അദ്ദേഹത്തിന് അനുകൂലമായി ലഭിച്ച റിപ്പോർട്ട്, അത് വിജിലൻസ് അംഗീകരിച്ചിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങൾ. മറ്റൊന്ന്, അദ്ദേഹത്തിനെതിരെ കേസെടുക്കാമെന്ന് പോലീസ് മേധാവി പറഞ്ഞിട്ടും ആ നടപടിയിലേക്ക് ആഭ്യന്തര വകുപ്പ് കടക്കുന്നില്ല എന്നുള്ളത്. അധികാര സ്ഥാനവുമായി ഉദ്യോഗസ്ഥർ നടത്തുന്ന ഇടപെടലുകൾ തന്നെയാണ് ഇതിൽ 3 നേരത്തെ പറഞ്ഞതുപോലെ സവിശേഷമായ സാഹചര്യമായി നിലനിൽക്കുകയും ചെയ്യുന്നത്. ഡോക്ടർ പ്രേംകുമാർ, ഇപ്പോൾ ദിവ്യ എസ് അയ്യർ പൊതുവിൽ തന്നെ ഒരു സാധാരണഗതിയിൽ ഒരു IAS ഉദ്യോഗസ്ഥ നടത്തുന്നതിന് സമാനമായ പ്രതികരണങ്ങളോ ഔദ്യോഗിക കാര്യങ്ങളിൽ മാത്രം പ്രതികരണം നടത്തുന്ന ഒരു വ്യക്തിയൊന്നുമല്ല. അവർ ഏറെ കുട്ടികളുമായി ഇടപഴകുന്ന ഒരാളാണ്. രാഷ്ട്രീയ വിഷയങ്ങളാണെങ്കിലും അല്ലെങ്കിലും സ്വന്തം അഭിപ്രായം വ്യക്തമായി പറയുന്ന ഒരാളാണ്. അവർ കെ രാഗേഷുമായി ബന്ധപ്പെട്ട അവരുടെ പരിചയങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന് അനുകൂലമായ ഒരു പക്ഷേ കുറച്ച് അദ്ദേഹത്തെ പുകഴ്ത്തുന്നതിന് തുല്യമായ ഒരു അഭിപ്രായ പ്രകടനം നടത്തുന്നു. അതിൽ ഇന്നലെ മുതൽ തന്നെ അവരുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങൾ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. സ്വാഭാവികമായും കോൺഗ്രസ്സുകാർ ആ രീതിയിൽ പ്രതികരിക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, കോൺഗ്രസിന്റെ ഒരു നേതാവാണ് അവരുടെ ഭർത്താവ്, ഒരു കോൺഗ്രസ് കുടുംബത്തിലേക്ക് വധുവായി എത്തിയ ഒരാളാണ്. പക്ഷേ അവർക്ക് വ്യക്തമായൊരു ഐഡന്റിറ്റി ഉണ്ട്. അതിനപ്പുറത്തേക്ക് ഐഡന്റിറ്റി ഉണ്ടായതിനു ശേഷവും, അല്ലെങ്കിൽ ഐഡന്റിറ്റി എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ് അല്ലെ, അതിന് മുൻപുണ്ടാക്കിയ ഐഡന്റിറ്റി ആണോ ശേഷം ഉണ്ടാക്കിയ ഐഡന്റിറ്റി ആണോ എന്നുള്ളതും സംസാരിക്കാൻ പോലും പാടില്ലാത്ത കാര്യങ്ങളാണ്. അവർ നേരിടുന്ന സൈബർ അധിക്ഷേപത്തിന് എന്തെങ്കിലും തരത്തിലുള്ള, അതും ഉത്തരവാദിത്തപ്പെട്ട ആളുകളിൽ നിന്ന് ന്യായീകരണമുണ്ടോ? അതായത് ദിവ്യ എസ് അയ്യർക്കെതിരെ വളരെ ഒഫീഷ്യലായ, വളരെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളിൽ നിന്നാണ് ഡോഗ് വിസിൽസ് ഉണ്ടായിട്ടുള്ളത്. KPCCയുടെ ജനറൽ സെക്രട്ടറിയിൽ നിന്ന്, യൂത്ത് കോൺഗ്രസിൻ്റെ വളരെ ഉന്നതനായ നേതാവിൽ നിന്ന്, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലും സിമിലറായ ഒരു വീഡിയോ ഇട്ടത് ഞാൻ കണ്ടു. അവരാണ് അണികൾക്ക് ഈ ആഹ്വാനം കൊടുക്കുന്നത്. ഇവരെ മുഴുവൻ നയിക്കുന്ന ഒരു ചേതോവികാരം എന്നുള്ളത്, ദിവ്യ എസ് അയ്യർ എന്നുള്ളത് ഇന്നയാളുടെ ഭാര്യയാണ്, ഇന്നയാളുടെ ഭാര്യയാൾ ഇങ്ങനെയേ പറയാൻ പാടുള്ളൂ എന്നുള്ള ഒരു അസംഷനാണ്. അത് ഒരു കാരണവശാലും ഒരു പുരോഗമന സമൂഹത്തിനും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യമല്ല അത്, ഒരു കാരണവശാലും. കാരണം ദിവ്യ എസ് അയ്യർ പറയുന്ന കാര്യങ്ങൾ നല്ലതായാലും ചീത്തയായിരുന്നാലും, അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ, അവർ വരുത്തുന്ന തെറ്റുകളാണെങ്കിലും അതിൻ്റെ ഉത്തരവാദിത്വം, അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ആസ് ആൻ ഇൻഡിവിജ്വൽ, ആസ് ആൻ ഓഫീഷ്യൽ അവർക്ക് തന്നെ ഉള്ളതാണ്, അവർക്ക് തന്നെ ഉള്ളതാവണം. അത് അനുവദിച്ചു കൊടുക്കാൻ തയ്യാറാവുന്നില്ല കേരളത്തിലെ ആൺകൂട്ടം എന്നാ ഞാൻ പറയാ, കോൺഗ്രസിന്റെ ആൺകൂട്ടം. അതായത് കെ ശബരിനാഥൻ എന്ന് പറഞ്ഞ് കോൺഗ്രസിന്റെ, യൂത്ത് കോൺഗ്രസിന്റെ നേതാവ്, കോൺഗ്രസിന്റെ MLA ആയിരുന്ന ആൾ, അല്ലെങ്കിൽ G കാർത്തികേയന്റെ മരുമകളാണ് എന്നുള്ള ഈ 2 സംഗതികൾ വെച്ചിട്ട് നിങ്ങൾ കോൺഗ്രസ്സുകാരന്റെ കുടുംബത്തിൽപ്പെട്ട ആളായതുകൊണ്ട് CPMുമായി ബന്ധപ്പെട്ട ഒരാളുമായും ഒരു നല്ല വർത്തമാനവും പറയാൻ പാടില്ല എന്നുള്ളത് വളരെ 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 പ്രാകൃതമായ ഒരു കോൺസെപ്റ്റാണ്. മാത്രമല്ല, കെ രാഗേഷ് എന്ന് പറഞ്ഞ ആള് CPMന്റെ നേതാവാണ്, SFIയുടെയും DYFIയുടെയും നേതാവായിരുന്നു. അദ്ദേഹം ഡൽഹിയിൽ നടന്ന കർഷക സമരത്തിൽ ഗംഭീരമായ റോള് വഹിച്ച ആളാണ്. ഇപ്പോൾ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി ആവാൻ പോകുന്ന ആളാണ്. ഇതിനെ പറ്റിയൊന്നും ദിവ്യ അയ്യർ പറഞ്ഞിട്ടില്ല. അവർ പറഞ്ഞത് ഈ കഴിഞ്ഞ 4 വർഷക്കാലം കെ രാഗേഷ് എന്നെ ക്ലിയർ ചെയ്തതുപോലെ, ഞാനൊരു ഗവൺമെന്റ് ഓഫീഷ്യലായിരുന്നു, കെ രാഗേഷ് ഒരു ഗവൺമെന്റ് ഓഫീഷ്യലായിരുന്നു, CMന്റെ സെക്രട്ടറി. ആ 4 വർഷത്തിനിടയ്ക്ക് കെ രാഗേഷ് ഏതെങ്കിലും കാര്യത്തിൽ പൊളിറ്റിക്കൽ വിഷയത്തിൽ പൊളിറ്റിക്കലായ നിലപാട് പറഞ്ഞ് നമ്മൾ കണ്ടിട്ടില്ല. അദ്ദേഹം ആ ഡ്യൂട്ടി ചെയ്യുകയായിരുന്നു. അദ്ദേഹത്തിനോട് പല രീതിയിലും റിപ്പോർട്ട് ചെയ്യുകയും അദ്ദേഹത്തിൽ നിന്ന് റിക്വയർമെന്റ്സ് കേൾക്കുകയും ചെയ്തിട്ടുള്ള ഒരു IAS ഓഫീസർ എന്നുള്ള രീതിയിൽ ഇന്നലെ വരെയുള്ള കെ രാഗേഷിന്റെ പെർഫോമൻസിനെ പറ്റി അവർക്ക് നല്ലത് എന്ന് തോന്നിയ കാര്യമാണ് ദിവ്യ എസ് അയ്യർ. കെ രാഗേഷ് മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയാണ്, അദ്ദേഹം മുഖ്യമന്ത്രിയുടെ തന്നെ കവചമാണ്. യാതൊരു തരത്തിലുള്ള രാഷ്ട്രീയ ആരോപണങ്ങളോ രാഷ്ട്രീയമായിട്ടുള്ളതോ അല്ലാത്തതോ ആയ ആക്രമണങ്ങളോ അദ്ദേഹത്തിലേക്ക് അടുക്കാതെ ചെറുക്കുന്ന ഒരു കവചം എന്ന നിലയ്ക്കാണ് ആ വിശേഷണമെങ്കിൽ, അദ്ദേഹം പോകുന്നത് കണ്ണൂർ കോട്ടയിലേക്ക്, പാർട്ടിയുടെ ഏറ്റവും ഉന്നതമായ സ്ഥാനത്തേക്കാണ്. അപ്പോൾ ഒരു രാഷ്ട്രീയ നിയമനം കിട്ടിയ ഒരാളെ പ്രകീർത്തിക്കേണ്ടതുണ്ടോ ഒരു ഉദ്യോഗസ്ഥ എന്ന ചോദ്യം അവരുടെ കുടുംബത്തിൽ നിന്ന് തന്നെ അതുമായി ബന്ധപ്പെട്ടൊരു പരാമർശം ഇപ്പോൾ വന്നിട്ടുണ്ട് ശബരിനാഥനുമായി ബന്ധപ്പെട്ട്. എങ്ങനെയാണ് അതിനെ കാണുന്നത്? അല്ല, ശബരിനാഥന്റെ പരാമർശം വളരെ അസ്ഥാനത്തായിട്ടുള്ളൊരു കാര്യമാണെന്ന് ഞാൻ പറയുന്നത്.
കാരണം ശബരിനാഥൻ ഒന്നുകിൽ യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയാം, അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ എന്ന രീതിയിൽ അഭിപ്രായം പറയാം. അല്ലാതെ ദിവ്യ എസ് അയ്യരുടെ ഭർത്താവ് എന്നുള്ള രീതിയിൽ അഭിപ്രായം പറയാനുള്ള ഇത്തരം ഒരു വിഷയം. പക്ഷെ എന്റെ ഭാര്യ എന്നല്ല, ഉദ്യോഗസ്ഥ എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അല്ല, എന്റെ ഭാര്യ എന്നല്ല അദ്ദേഹവും ഉപയോഗിച്ചിരിക്കുന്നത്, ഉദ്യോഗസ്ഥ എന്നാണ്. അപ്പോൾ അതും വ്യക്തിപരമായിരിക്കില്ലേ? അല്ല, അതായത് കോൺഗ്രസിന്റെ ആളുകൾ, ശബരിനാഥൻ ഉൾപ്പെടുന്ന യൂത്ത് കോൺഗ്രസിന്റെ ആളുകൾ പച്ച തെറി വിളിക്കുകയാണ് ഈ സ്ത്രീയെ. അത് ശരിയാണെന്നോ തെറ്റാണെന്നോ ആണ് ഒരു പൊളിറ്റിക്കൽ ലീഡർ എന്നുള്ള രീതിയിൽ ശബരിനാഥൻ പറയേണ്ടത്. അദ്ദേഹം അതല്ല പറയുന്നത്. അദ്ദേഹം ദിവ്യ എസ് ഭർത്താവ് എന്നുള്ളത് പോലെ ഇങ്ങനെ വിമർശിക്കുന്നത് ആരായിരുന്നാലും ശരിയല്ല. വീഴ്ച പറ്റിയിട്ടുണ്ടെന്ന് പറയാം. മന്ത്രിസഭയിൽ ഒരാൾക്ക് വീഴ്ച പറ്റിയാൽ മുഖ്യമന്ത്രിയാണ് പറയാ, ഒരു കോൺഗ്രസ് നേതാവിന് വീഴ്ച പറ്റിയെന്ന് KPCC പ്രസിഡന്റാണ് പറയാ. അങ്ങനെ ഒരു അതോറിറ്റി ഇത്തരം ഒരു ഇഷ്യൂവിൽ ഒരു ഹസ്ബൻഡ് പൊസിഷനിലുള്ള ഒരാളെ എടുക്കുക എന്നുള്ളത് വളരെ വിചിത്രമാണ്. രാഷ്ട്രീയമായ അഭിപ്രായങ്ങൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോ ദിവ്യ എസ് അയ്യർ പറയുന്ന അഭിപ്രായങ്ങൾ അവരുടെ വ്യക്തിപരമായ രീതിയിൽ നമ്മൾ കണക്കാക്കേണ്ടതാണ്, അതിനെ ആ രീതിയിൽ പരിഗണിക്കേണ്ടതാണ്. അത്തരം വ്യക്തിപരമായ അഭിപ്രായം ശബരിനാഥൻ കോൺഗ്രസ് നേതാവ് എന്ന നിലയ്ക്ക് പറയാൻ പാടില്ലേ? അല്ലല്ലോ, കോൺഗ്രസ് നേതാവ് എന്നുള്ള രീതിയിൽ അഭിപ്രായം അല്ല ശബരിനാഥൻ പറഞ്ഞതെന്നാണ് ആ കേട്ടതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. അതായത് ദിവ്യ എസ് അയ്യർ എന്നുള്ള ഒരു IAS ഓഫീസർ കോൺഗ്രസ്സുകാരെ ചൊടിപ്പിക്കുന്ന രീതിയിൽ ഒരു വർത്തമാനം പറഞ്ഞാൽ അതിന് കോൺഗ്രസ്സുകാരുടെ പ്രതികരണം നമുക്ക് മനസ്സിലാവാം, KK രാഗേഷിന്റെ പ്രതികരണം നമുക്ക് മനസ്സിലാവാം. കോൺഗ്രസ് നേതാവ് എന്നുള്ള രീതിയിലുള്ള ശബരിനാഥന്റെ അഭിപ്രായം പ്രസക്തമാണ്. അല്ലാതെ അദ്ദേഹത്തിനോട് ചോദിക്കുന്നതോ ചോദിച്ചാൽ അദ്ദേഹം അതിൽ കമന്റ് ചെയ്യുന്നതോ അസ്ഥാനത്താണ് എന്നാണ് ശബരിനാഥനോടുള്ള എല്ലാ സൗഹൃദവും ബഹുമാനവും വെച്ചുകൊണ്ട് ഞാൻ പറയുന്നത്. അദ്ദേഹം പറയാൻ പാടില്ലാത്ത ഈ വിവാദത്തിൽ ഈ ടോണിൽ അദ്ദേഹം ഇടപെടാൻ പാടില്ലായിരുന്നു. ഒരു ഇൻഡിവിജ്വൽ രീതിയിൽ പറയാം, അങ്ങനെയല്ല. ദിവ്യ എസ് അയ്യർക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട് എന്ന് ദിവ്യയുടെ ഭർത്താവ് തിരുത്തുന്നു എന്നുള്ള രീതിയിലാണ് നിങ്ങളത് എല്ലാവരും ടേക്കപ്പ് ചെയ്യുന്നത്. നിങ്ങൾ പറയുന്ന കാര്യം മാത്രമല്ലല്ലോ, പറയുന്ന കാര്യത്തെ എങ്ങനെയാണ് സൊസൈറ്റി എടുക്കുക, എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുക എന്നുള്ളതും നന്നായി അറിയുന്ന ആൾ തന്നെയാണ് ശബരിനാഥൻ. അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിക്ക് ദോഷമുണ്ടാവുമോ എന്നൊക്കെ ഉള്ളത് അത് അവർ തമ്മിൽ തീർക്കേണ്ട കാര്യമാണ്. പബ്ലിക് സ്പിയറിലേക്ക് ഇങ്ങനെ പറയേണ്ട കാര്യമായിരുന്നില്ല. ഒരു വ്യക്തിയാണ്, അവരുടെ അഭിപ്രായം അവർ രേഖപ്പെടുത്തുന്നു എന്നുള്ളത് പറയുകയാണെങ്കിൽ അങ്ങനെയായിരുന്നു പറയേണ്ടത് എന്നാണ്. തീർച്ചയായും ആ കാര്യത്തിൽ കേരളത്തിലെ കോൺഗ്രസിൽ ആര് കമന്റ് ചെയ്താലും കമന്റ് ചെയ്യാതെ നിൽക്കാനുള്ള വിവേകം കാണിക്കണമായിരുന്നു ശബരിനാഥൻ എന്നാണ് എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയൻ. ശരി, ശ്രീ എൻ ശ്രീകുമാർ, ഇന്നലെ മുതൽ കോൺഗ്രസ് ഹാൻഡിലുകളിൽ നിന്ന് പ്രധാനപ്പെട്ട ഡോക്ടർ പ്രേംകുമാർ പറഞ്ഞതുപോലെ പ്രധാനപ്പെട്ട ഭാരവാഹികളിൽ നിന്ന് വരെ കേരളത്തിലെ ഒരു IAS ഉദ്യോഗസ്ഥ അവർ നടത്തിയ ഒരു കമന്റുമായി ബന്ധപ്പെട്ട് നേരിടേണ്ടി വരുന്ന അധിക്ഷേപങ്ങൾ കോൺഗ്രസിന് ഭൂഷണമാണോ? പുരോഗമിച്ചിട്ടില്ല എന്ന് നിരന്തരം തെളിയിക്കേണ്ടതിന്റെ ആവശ്യകതയുണ്ടോ കോൺഗ്രസ് നേതാക്കൾക്ക്? നോക്കൂ മാധു, നമ്മളിത് വേറെ രീതിയിൽ ചർച്ചയാക്കി കൊണ്ടുപോകേണ്ട കാര്യമില്ല. ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ കേരളത്തിന് പരിചിതമല്ലാത്ത ചില പ്രശംസ ചില പ്രത്യേക സാഹചര്യത്തിൽ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രതികരണമായിട്ട് കണ്ടാൽ മതി. ഇപ്പോൾ KS ശബരിനാഥൻ്റെ ഭാര്യയാണ് ദിവ്യ എസ് അയ്യർ. അതുകൊണ്ട് KS ശബരിനാഥൻ്റെ ഭാര്യ ആയതുകൊണ്ട്, കോൺഗ്രസ് നേതാവായ ശബരിനാഥൻ്റെ ഭാര്യ ആയതുകൊണ്ട് ദിവ്യ എസ് അയ്യർക്ക് അഭിപ്രായം പറയാൻ പാടില്ല എന്നൊന്നുമില്ല. പക്ഷേ അവരെപ്പോൾ പറയുന്നു എന്നുള്ളതൊരു വിഷയം തന്നെയാണ്. കാരണം ആരെക്കുറിച്ച് പറയുന്നു എന്നുള്ളത് വിഷയമാണ്. കാരണം കേരളത്തിൽ ഇന്നത്തെ രാഷ്ട്രീയ അവസ്ഥ നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഭരണം അവസാനിക്കാൻ പോകുന്ന വർഷമാണ്, തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. അപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു പ്രമുഖ നേതാവിൻ്റെ ഭാര്യയായ IAS ഉദ്യോഗസ്ഥ, മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ആയിരുന്ന ഒരാൾ CPMൻ്റെ ജില്ലാ സെക്രട്ടറി ആകുമ്പോൾ പുകഴ്ത്തുന്നത് അരോചകമായിട്ട് കോൺഗ്രസ് പ്രവർത്തകർക്ക് തോന്നും. അത് ദിവ്യ എസ് അയ്യരോടുള്ള വിരോധം കൊണ്ടൊന്നുമല്ല. കാരണം 10 വർഷമായിട്ട് പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു പാർട്ടിയുടെ പ്രവർത്തകർക്ക് ആ പാർട്ടിയിലെ ഒരു നേതാവിന്റെ ഭാര്യ ഇങ്ങനെ പറയുമ്പോൾ അതിനൊരു അസഹിഷ്ണുതയുണ്ടാവും, സംശയമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് നേതാവിന്റെ ഭാര്യ എന്ന നിലയ്ക്ക് മാത്രം അവരെ ടാഗ് ചെയ്യുന്നതിന്റെ പരിമിതിയല്ലേ അത്? ദിവ്യ എസ് അയ്യരെ കോൺഗ്രസ് നേതാവിന്റെ ഭാര്യ എന്ന നിലയ്ക്ക് മാത്രം കാണാൻ കഴിയുന്ന പരിമിതിയല്ലേ? തിരഞ്ഞെടുപ്പ് വരുന്നുണ്ടോ? രാഷ്ട്രീയം മാറുന്ന വർഷമാണോ? ഇനി ഒരു വർഷമേ ഉള്ളോ? ഉപതെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നുണ്ടോ എന്നൊക്കെ നോക്കി മാത്രം അഭിപ്രായം പറയുക എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വലിയ തോതിൽ ശബ്ദമുയർത്തിയവരല്ലേ? ഇതൊക്കെ പരിഗണിച്ചിട്ട് വേണം ഒരാൾക്ക് ഒരാളോടുള്ള സ്നേഹമോ ബഹുമാനമോ അറിയിക്കാൻ. ഞാൻ ആദ്യം പറഞ്ഞൊരു വരി ഉണ്ടായിരുന്നു, പരിചിതമല്ലാത്ത ചില പ്രശംസ എന്ന്. സാധാരണഗതിയിൽ IAS ഉദ്യോഗസ്ഥരാണെങ്കിലും IPS ഉദ്യോഗസ്ഥരാണെങ്കിലും അവർ ഗവൺമെൻറ്റിൻ്റെ ശമ്പളം വാങ്ങിയിട്ട് ജനസേവകരായിട്ട് പ്രവർത്തിക്കുന്നവരാണ്. അവർക്ക് ഗവൺമെൻറ്റിൻ്റെ ഭരണ നിർവഹണത്തിലാണ് സ്ഥാനം. ഗവൺമെൻറ്റിൻ്റെ മന്ത്രിമാർ പറയുന്ന, അല്ലെങ്കിൽ മുഖ്യമന്ത്രി പറയുന്ന, അല്ലെങ്കിൽ ചീഫ് സെക്രട്ടറി പറയുന്ന, അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥർ പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുക എന്നുള്ളതാണ്.
ഒരു മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ആയിരുന്ന ഒരാൾ, അതും ചില വിവാദത്തിൽ ഉൾപ്പെട്ടിരുന്ന ഒരാൾ, ഇപ്പോൾ ഒരാളെ പ്രശംസിക്കുമ്പോൾ ആ ആളെക്കുറിച്ച് പൊതുജനങ്ങൾക്കുള്ള ധാരണ കൂടി മനസ്സിലാക്കണം. പ്രത്യേകിച്ച് കോൺഗ്രസ് പ്രവർത്തകർ ഒരുപാട് ആരോപണങ്ങൾ, UDF ഒക്കെ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ഒരു ഇതാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ കണ്ണൂർ സർവകലാശാല നിയമനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ രാഷ്ട്രീയ വിഷയങ്ങൾ നിൽക്കുമ്പോൾ ഒരു പാർട്ടി സെക്രട്ടറിയായിട്ട് ഒരാളെ നിയമിക്കുമ്പോൾ ആ ആളെ പുകഴ്ത്തുന്ന ഒരു രീതിയുണ്ടല്ലോ, അത് നമ്മൾ കേട്ടുപരിചയമുള്ള സംഗതിയല്ല. IAS ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നോ IPSകാരുടെ ഭാഗത്തു നിന്നോ കേട്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞ പരിചയമില്ലാത്തതാണ്. ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നതാണ്, ശബരിനാഥിൻ്റെ ഭാര്യ എന്നുള്ള നിലയ്ക്ക് അത് കോൺഗ്രസ്സുകാർക്ക് മാത്രമുള്ളതാണ്, പൊതുസമൂഹത്തിന് അത് വിഷയമല്ല. കാരണം കോൺഗ്രസ്സുകാരാണ് ശബരിനാഥനെ അരുവിക്കരയിൽ വിജയിപ്പിക്കുന്നത്, ശബരിനാഥിൻ്റെ ഒപ്പം ഇനി നിൽക്കാൻ പോകുന്ന കോൺഗ്രസ്സുകാരാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്കൊരു വിമ്മിഷ്ടം വരിക സ്വാഭാവികമാണ്, അത് അവിടെ നിൽക്കട്ടെ. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇതിൽ ആരെ പുകഴ്ത്തുന്നു എന്നുള്ളതാണ്. കേരളത്തിലെ ജനങ്ങൾ ഒരുപാട് ആൾക്കൂട്ടവും അത്രത്തോളം കമ്മിറ്റ്മെന്റുമാണ് കോൺഗ്രസിന് ശബരിനാഥനോടും കോൺഗ്രസിനോടും അരുവിക്കരയിലെ ജനവിധിയോടും ഒക്കെ ഉള്ളതെങ്കിൽ ആ ഭാരം അവരുടെ തലയിൽ വെച്ച് കൊടുക്കേണ്ടതുണ്ടോ? അങ്ങനെയാണോ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കേണ്ടത്? ഇപ്പം തന്നെ ശ്രീ പ്രേംകുമാർ എന്താണ് പറഞ്ഞത്? അദ്ദേഹം ആ ഒരു പ്രസ്താവനയെ ന്യായീകരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ഈ ഒരു വിഷയം കിട്ടിയപ്പോൾ CPM അത് കോൺഗ്രസിനെതിരെ ആഘോഷിക്കുകയാണ്. അവരൊക്കെ എല്ലാ നേതാക്കളും എല്ലാവരും ശബരിനാഥൻ്റെ ഭാര്യ പറഞ്ഞതിനെ അവരുടെ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റിയാണ്. ആ ഒരു സാഹചര്യത്തിലാണ് ഞാനിത് പറയുന്നത്. അല്ലെങ്കിൽ ഇതൊക്കെ നിസ്സാര കാര്യമല്ലേ? അതൊരു രാഷ്ട്രീയ ആയുധമാക്കി CPM മാറ്റുന്നു. അത് ശശി തരൂരിൻ്റെ കാര്യത്തിൽ അത് തന്നെയാണ് ഉണ്ടായത്. ശശി തരൂർ ഇങ്ങനെ വിഷയത്തെ പറഞ്ഞപ്പോൾ അവരത് ആയുധമാക്കി. അതുപോലെ തന്നെ ദിവ്യ എസ് അയ്യർ ഒരു അഭിപ്രായം പറയുമ്പോൾ അത് ആയുധമാക്കുന്നു. അല്ലാതെ ദിവ്യ എസ് അയ്യർ ഇപ്പോൾ ഇവരെ വിചാരിക്കുന്ന പോലെ ദിവ്യ എസ് അയ്യരെ കോൺഗ്രസ് പ്രവർത്തകരൊന്നും തള്ളിപ്പറയുന്ന പ്രശ്നമില്ല, യാതൊരു സംശയം വേണ്ട. കാരണം മിടുക്കിയായ ഉദ്യോഗസ്ഥയാണെങ്കിൽ ആ ഉദ്യോഗസ്ഥ എന്ന നിലയ്ക്ക് തന്നെ അവരെ കാണും. പക്ഷേ ഈ സാഹചര്യം മനസ്സിലാക്കണം. എന്താണ് സാഹചര്യം? രാഷ്ട്രീയമായി CPM ഒറ്റപ്പെട്ട് നിൽക്കുന്നു, ഇടതുമുന്നണിയിലെ CPIയുടെ ഭിന്നത വരുന്നു, ഗവൺമെൻറ് തലത്തിൽ ആശാവർക്കർമാരുടെ സമരം നടക്കുന്നു, വനിതാ CPO ഉദ്യോഗാർത്ഥികളുടെ സമരം നടക്കുന്നു, ജനങ്ങൾക്ക് ഒരുപാട് വിഷയങ്ങളിൽ അഭിപ്രായ ഭിന്നത ഉണ്ടാകുന്നു, ധൂർത്ത് നടക്കുന്നു. ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ അതിന് നേതൃത്വം കൊടുത്ത ഒരു ഭരണാധിപൻ്റെ സെക്രട്ടറി ഒരു പാർട്ടി ജില്ലാ സെക്രട്ടറി ആകുമ്പോഴാണ് ആ പുകഴ്ത്തൽ വരുമ്പോൾ രാഷ്ട്രീയമായിട്ട് അത് കോൺഗ്രസ് ദഹിക്കില്ല. അത് ശ്രീ ശബരിനാഥന് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇപ്പോൾ ശബരിനാഥൻ്റെ ഭാര്യ ആയതുകൊണ്ടല്ല അദ്ദേഹം പ്രതികരണമായിട്ട് വന്നത്, ശബരിനാഥൻ്റെ ഭാര്യ ആയതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പ്രതികരണമായിട്ട് വന്നത്. കാരണം ശബരിനാഥൻ്റെ ഭാര്യ എന്ന് പറയുമ്പോൾ അദ്ദേഹം കോൺഗ്രസിൻ്റെ നേതാവാണ്. ആ നേതാവിനപ്പോൾ അവിടെ ഒരു കാര്യം വീഴ്ച വന്നിട്ടുണ്ടെന്ന് പറയേണ്ട ബാധ്യതയുണ്ട്. അല്ലാണ്ട് അവിടെ ഭാര്യയ്ക്ക് സ്വാതന്ത്ര്യമില്ലേ, അഭിപ്രായ സ്വാതന്ത്ര്യമില്ലേ എന്നുള്ള ഉടക്ക് ചോദിച്ചിട്ട് കാര്യമില്ല. പഴയ കാലത്ത് വ്യക്തികളായി അംഗീകരിക്കുക എന്ന് പറയുന്നത് കാലഘട്ടം ആവശ്യപ്പെടുന്ന ഒന്നാണ്. അത് അറിയാത്ത ആളൊന്നുമല്ല ശബരിനാഥ് എന്ന് ഞാനും വിചാരിക്കുന്നു. അങ്ങനെ ഒരു വീഴ്ച പറ്റിയിട്ടുണ്ട് എന്ന് പറയാൻ അവർ വഹിച്ച, അതായത് KK രാഗേഷും ദിവ്യ എസ് അയ്യരും തമ്മിലുള്ള ബന്ധം എന്താണ്? വളരെ പ്രൊഫഷണലായ ബന്ധമാണ് അല്ലേ? അപ്പോൾ വളരെ പ്രൊഫഷണലായ ഒരു ഇടത്ത് നിന്ന് അവരുടെ ആ തലത്തിൽ നിന്നുകൊണ്ട് അവർ നടത്തിയ പ്രതികരണത്തെ ഓഡിറ്റ് ചെയ്യാനുള്ള എന്ത് ബാധ്യതയാണ് അദ്ദേഹത്തിനുള്ളത്? അപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ എന്ന നിലയ്ക്ക് തന്നെയാണ് ഡോക്ടർ പ്രേംകുമാർ പറഞ്ഞതുപോലെ അഭിപ്രായ പ്രകടനം നടത്തിയത്. അങ്ങനെ എൻ്റെ ഭാര്യ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഞാനത് തിരുത്തുകയോ അല്ലെങ്കിൽ അവർക്ക് വീഴ്ച വന്നിട്ടുണ്ടെന്ന് പറയുകയോ ചെയ്യാതിരുന്നാൽ എനിക്ക് മേൽ അണികളുടെ കോപമുണ്ടാകുമെന്ന ഭയാശങ്ക കൊണ്ടാണോ? അതോ നാളെ ഈ പറയുന്നത് പോലെ അരുവിക്കരയിൽ എനിക്ക് വേണ്ടി കൊടി പിടിക്കാൻ കോൺഗ്രസ്സുകാരെ കിട്ടില്ല എന്നതിൽ നിന്നാണോ? എന്തിൽ നിന്നാണ് അഭിപ്രായ പ്രകടനം ഉണ്ടാവേണ്ടത്? അതായത് ഒരു രാഷ്ട്രീയ അഭിപ്രായം ഞാൻ പറയുമ്പോൾ അത് പല ഭാഷയിലായിട്ട് മാധു ചിത്രീകരിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. ഞാൻ പറഞ്ഞത് കോൺഗ്രസ് പ്രവർത്തകർ വിയർപ്പൊഴുക്കുന്നത് പിണറായി ഗവൺമെൻറ്റിൻ്റെ ഒരു പര്യവസാനം കാണാനാണ്. ആ ഒരു അവസരത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കോൺഗ്രസ് നേതാവിൻ്റെ ഭാര്യയായ IAS ഉദ്യോഗസ്ഥ പറയുമ്പോൾ അതിൽ പ്രതികരണം ഉണ്ടാകും, രൂക്ഷമായ പ്രതികരണം ഉണ്ടാകും. അത് ശബരിനാഥൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം വീഴ്ച വന്നു? കാരണം ശബരിനാഥൻ അറിയാം എന്താണ് അറിയേണ്ടത്. ഇത് IAS ഉദ്യോഗസ്ഥ പുകഴ്ത്തിയത് ഒരു ചീഫ് സെക്രട്ടറി അല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥന് അവാർഡ് കിട്ടുമ്പോഴല്ല. മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ആയിരുന്ന ഒരാൾ CPMൻ്റെ ജില്ലാ സെക്രട്ടറി ആയപ്പോഴാണ്. CPM കേരളത്തിലെ കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് ശത്രുവാണ്. അങ്ങനെ തെരഞ്ഞെടുപ്പ് ശത്രുവായ ഒരു പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിട്ട് ഒരു ഗവൺമെൻറ് തലത്തിലിരുന്ന ഒരാളെ നിയമിക്കപ്പെടുമ്പോൾ അത് പുകഴ്ത്തുമ്പോൾ നാളെ ഇന്ന് തന്നെ CPM അത് രാഷ്ട്രീയ ആയുധമാക്കുമ്പോൾ ശബരിനാഥനും പ്രതികരിക്കേണ്ടി വരും. അത് ദിവ്യ എസ് അയ്യർക്ക് എതിരായ പ്രതികരണമല്ല. എന്താണ് വീഴ്ച? രാഷ്ട്രീയമായ ഒരു ഉൾക്കാഴ്ച അവിടെ ഉണ്ടായില്ല. സാധാരണ പറയാറില്ലേ CPMൻ്റെ ഭാഷയിൽ ജാഗ്രത കുറവ്.
ആ ജാഗ്രത കുറവെന്നുള്ളത് ശബരിനാഥൻ വീഴ്ച എന്ന പദത്തിലേക്ക് മാറ്റിയതേ ഉള്ളൂ. രണ്ടും ഒന്ന് തന്നെയാണ്. ഇതെല്ലാം രാഷ്ട്രീയത്തിൽ ഇടപെടുന്നവർക്ക് മാത്രം ബാധകമായതാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അവർ IAS ഉദ്യോഗസ്ഥ ആയതിനു ശേഷമാണ് കെ ശബരിനാഥന്റെ ഭാര്യയാകുന്നത്. അവരൊരു IAS ഉദ്യോഗസ്ഥയാണ്, സ്വന്തമായ അഭിപ്രായമുള്ളൊരു സ്ത്രീയാണ്, നല്ല ബുദ്ധിശേഷിയും പ്രതികരണശേഷിയും ഉള്ളൊരു സ്ത്രീയാണ് എന്നറിഞ്ഞത് കൊണ്ട് തന്നെയാണ് ഇത് രണ്ടും അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അവമതിപ്പായി ഞാൻ കാണുന്നില്ല കേട്ടോ. അപ്പോൾ അതിലേക്ക് പുറത്തു നിന്നുള്ള ആളുകൾ ഇടിച്ചു കയറി ഉണ്ടാക്കിയ പ്രശ്നമാണ് എന്നുള്ളത് നമ്മൾ വളരെയധികം മനസ്സിലാക്കുകയും വേണ്ടതുണ്ട്. അത് തലവെച്ച് കൊടുക്കാതിരിക്കുക എന്ന് പറയുന്നത് ഒരു വിവേചന ബുദ്ധിയാണ് എന്നത് പറഞ്ഞു പോകാതെയും വഴിയില്ല എന്ന് വിചാരിക്കുന്നു. അതൊരു കുടുംബകാര്യമാക്കി എടുക്കാതിരിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷേ കുടുംബകാര്യമാക്കിയേ അടങ്ങൂ എന്ന് കോൺഗ്രസ് അണികൾ എന്തുകൊണ്ടാണ് വാശി പിടിക്കുന്നത് എന്നുള്ളത് ഈ കാലത്തിരുന്ന് വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്നുള്ളതുകൊണ്ടാണ് ആ കാര്യങ്ങൾ ആവർത്തിച്ച് ചോദിക്കേണ്ടിയും വന്നത്. ഞാൻ അങ്ങനെയൊക്കെ വരാം. ശ്രീ ഷാബു പ്രസാദ്, ഇപ്പോൾ MR അജിത് കുമാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ഓർമ്മയുണ്ട്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ എത്രയെത്ര എന്ന് ഊഹിച്ചെടുക്കാൻ പോലും കഴിയാത്ത തരത്തിൽ അനുദിനം വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലും അദ്ദേഹത്തെ ക്രമസമാധാന ചുമതലയുള്ള ADGP സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയത് എത്ര വിവാദങ്ങൾക്ക് ശേഷമാണ് എന്നുള്ളത്. അപ്പോഴും അതൊരു പകരം പോസ്റ്റിംഗ് എന്ന നിലയ്ക്ക് മാത്രമാണ് സംഭവിച്ചത്. ഇപ്പോൾ അദ്ദേഹത്തിന് അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട കേസിൽ വിജിലൻസിന്റെ റിപ്പോർട്ട് വരുന്നു. അത് മുഖ്യമന്ത്രി അംഗീകരിക്കുന്നു. അദ്ദേഹം തന്നെയാണ് ആഭ്യന്തര വകുപ്പും വിജിലൻസും എല്ലാം കൈകാര്യം ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ പേരിലാണ്, അതായത് അദ്ദേഹത്തിന്റെ പോറ്റുമകൻ എന്നാണ് കഴിഞ്ഞ ദിവസം PV അൻവർ MR അജിത് കുമാറിനെ വിശേഷിപ്പിച്ചത്. ആ റിപ്പോർട്ട് അദ്ദേഹത്തിന്റെ കീഴിൽ തന്നെ വരുന്നു. അദ്ദേഹം തന്നെ അത് അംഗീകരിക്കുന്നു. MR അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് കിട്ടുന്നു. മറ്റൊന്ന്, പോലീസ് മേധാവി തന്നെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് P വിജയനെതിരായി ഉന്നയിച്ച ആരോപണം തെറ്റാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് അദ്ദേഹത്തിനെതിരെ കേസെടുക്കാം എന്ന നിലപാട് സ്വീകരിക്കുന്നു. ആ നിലപാട് വന്നിട്ട് പക്ഷേ കുറെ ഏറെയായി കേസൊന്നും എടുക്കുന്നുമില്ല. അതായത് ഒന്നും സംഭവിക്കില്ല എന്ന്, എന്തെങ്കിലും സംഭവിക്കുമെന്ന് നമ്മൾ നിഷ്കളങ്കർ വിചാരിക്കരുത് എന്നാണ് അല്ലേ? ഏത് കാലത്തും അതാത് കാലത്തെ മുഖ്യമന്ത്രിമാർക്ക് പ്രിയപ്പെട്ട വിശ്വസ്തരായ ഉദ്യോഗസ്ഥരുണ്ടാകും, അവർക്ക് താല്പര്യമില്ലാത്ത ഉദ്യോഗസ്ഥരുണ്ടാകും. അവർക്ക് വിശ്വസ്തരായ ഉദ്യോഗസ്ഥരെ എന്ത് വില കൊടുത്തും ചേർത്ത് നിർത്തുക എന്നുള്ളതും, അതേപോലെ അവർക്ക് വിശ്വാസമില്ലാത്തവരെയും അവർ ശത്രുസ്ഥാനത്തുള്ള അവരെ എങ്ങനെയൊക്കെ ദ്രോഹിക്കാൻ കഴിയുമോ അതെല്ലാം ചെയ്യുക എന്നുള്ളത് എത്രയോ കാലമായി ഈ സംസ്ഥാനം ഇവിടെ ഈ നാട്ടിൽ നടന്നു വരുന്ന ഒരു വളരെ സാധാരണമായ കാര്യമാണ്. ഇപ്പൊ നമുക്കറിയാം, ഇപ്പം ജയറാം പടിക്കലിന്റെ കാര്യം അറിയാം. ഒരുപക്ഷെ കേരളത്തിലെ പോലീസിന്റെ ചരിത്രത്തിലെ ഇത്രയധികം ആരോപണങ്ങൾ നേരിട്ട, ഇത്രയധികം ക്രൂരനായ, എല്ലാ അർത്ഥത്തിലും അടിയന്തരാവസ്ഥയിലെ ഒരു ഭീകര സത്വം തന്നെയായിരുന്ന ആളായിരുന്നു ജയറാം പടിക്കൽ. പക്ഷെ ആ ജയറാം പടിക്കൽ കരുണാകരന് പ്രിയപ്പെട്ടവനായിരുന്നു, ഏറ്റവും പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹം കരുണാകരൻ ചീഫ് മിനിസ്റ്റർ ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് DGP ആക്കി കേരളത്തിൽ. എനിക്ക് തോന്നുന്നു ജയറാം പടിക്കലിനോളം ഈ രീതിയിലുള്ള, ഒരിക്കലും ഒരു മനുഷ്യന് പോലും നിരക്കാത്ത രീതിയിലുള്ള ആരോപണങ്ങൾ, പ്രവർത്തികൾ ചെയ്ത ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വേറെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ അറിവിലില്ല വേറെ. പക്ഷെ അയാൾ കേരളത്തിന്റെ DGP ആയി. അതേപോലെ ഇപ്പൊ നമുക്ക് ജേക്കബ് തോമസിനെ അറിയാം. ജേക്കബ് തോമസ് സത്യസന്ധനായ, അദ്ദേഹത്തിന്റെ പേരിൽ ഓരോ ആരോപണവുമില്ല, സത്യസന്ധനായ ഉദ്യോഗസ്ഥനായിരുന്നു. പക്ഷെ പിണറായി വിജയന് ഇഷ്ടമില്ലായിരുന്നു. അതുകൊണ്ട് അവസാനം എന്തായി, ആ ഷൊർണൂരെ മെറ്റൽ ഇൻഡസ്ട്രീസില് കൂന്താലിയും തൂമ്പായും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതം അവസാനിച്ചത്. എന്നാൽ MR അജിത് കുമാർ അദ്ദേഹത്തിന് പ്രിയപ്പെട്ടവനാണ്. അതേപോലെ കരുണാകരന് പ്രിയപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനായിരുന്നു ജിജി തോംസൺ, അതേപോലെ രമൺ ശ്രീവാസ്തവ. ഇത് കാലാകാലങ്ങളായി നടക്കുന്ന കാര്യമാണത്. അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് നിയമപരമായി ആർക്കും ഒന്നും ചെയ്യാനില്ല. നിയമപരമായി ഒന്നും ചെയ്യാൻ കഴിയും. അത് ഗവൺമെന്റിന് അങ്ങനെയുള്ള ചില അധികാരങ്ങളുണ്ട്, മുഖ്യമന്ത്രിക്ക് അങ്ങനെയുള്ള അധികാരങ്ങളുണ്ട്. അവർക്ക് അവരുടെ മുമ്പിൽ വരുന്ന ആരോപണത്തെ ചൊല്ലിയുള്ള ഫയലുകൾ പൂഴ്ത്തിവെക്കാം, അല്ലെങ്കിൽ അതൊന്ന് മാറ്റിവെക്കാം, തീരുമാനം അനന്തമായി നീട്ടിവെക്കാം. അങ്ങനെ ഒരുപാട് സൗകര്യങ്ങൾ അവരുടെ മുമ്പിലുള്ളപ്പോൾ പൊതുജനം എന്നുള്ള നിലയിലും മാധ്യമങ്ങളും ഇപ്പം നമുക്ക് ഇങ്ങനെ ഇരുന്ന് ചർച്ച ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ചർച്ച ചെയ്യാം എന്നുള്ളതിനപ്പുറം അതല്ലാതെ പ്രത്യേകിച്ച് മറ്റൊന്നും ഇതിൻ്റെ അകത്ത് ചെയ്യാനില്ല. അതാണ് അതിൻ്റെ വാസ്തവം, അതാണ് അതിൻ്റെ റിയാലിറ്റി. ആ റിയാലിറ്റി ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ മാത്രം നമുക്ക് ജീവിച്ചു സഹിച്ചല്ലേ പറ്റുള്ളൂ. തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റാണ്, തെരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിയാണ്. അവരെന്ത് കാണിച്ചാലും ഈ 5 കൊല്ലം അവരുടെ കാലാവധി വരെ അത് നമ്മൾ അഫോർഡ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. MR അജിത് കുമാർ മുഖ്യമന്ത്രിക്ക് പ്രിയപ്പെട്ടവനാണ്.
ഒരുപാട് ആരോപണങ്ങൾ അദ്ദേഹത്തിന്റെ പേരിലുണ്ട്. ഇതെല്ലാം മുഖ്യമന്ത്രി ആരോപണങ്ങൾ ഏറെ കേട്ടതിന് ശേഷമാണ് നടപടി ഉണ്ടാകുന്നത്. പക്ഷേ പോലീസ് മേധാവിയാണ് പറയുന്നത് അദ്ദേഹം കൊടുത്ത മൊഴിയുമായി ബന്ധപ്പെട്ട്, അതായത് പി വിജയൻ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ പി വിജയനെ പൂട്ടാൻ വേണ്ടി എത്രത്തോളം വലിയ ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും അതിന്റെ പേരിൽ മാതൃഭൂമിയുമായി ബന്ധപ്പെട്ട് തന്നെ വലിയ ഇടപെടലുകൾ നടത്തി, അതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അതിനുശേഷം ഇപ്പോൾ ഏറ്റവും അവസാനം സ്വന്തം കാര്യത്തിൽ ചോദ്യം ചെയ്യലിന് പോകുമ്പോൾ അവിടെയും പി വിജയന് സ്വർണ്ണക്കടത്തിൽ പങ്കുണ്ട് എന്ന് അദ്ദേഹം മൊഴി നൽകുകയാണ്. ഒരു സഹപ്രവർത്തകന് നേരെ ഒരു വസ്തുതയ്ക്കും നിരക്കാത്ത തരത്തിലുള്ള ആരോപണം ഉന്നയിച്ച് അതിൽ നടപടിയെടുക്കാമെന്ന് പോലീസ് മേധാവി തന്നെ പറഞ്ഞതിന് ശേഷം ഇത്രയും മണിക്കൂറുകൾ പിന്നിടുകയാണ്, ഒരു നടപടിയും ഉണ്ടാകുന്നില്ല. അത് തന്നെയാണ് ഈ പറഞ്ഞത്. കാര്യം പി വിജയനെ പോലെ ഒരു ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തിന്റെ ആ ഒരു സംശുദ്ധമായ ഔദ്യോഗിക ജീവിതം എന്താണ്, അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതം എന്താണ് എന്നുള്ളത് ഇവിടെ എനിക്ക് തോന്നുന്ന ഇവിടുത്തെ ഈ നാട്ടിലെ കാറ്റിന് പോലും അറിയാവുന്നൊരു കാര്യമാണ്. അത്രയേറെ പെർഫോം ചെയ്ത് ഇതുപോലെ പെർഫോം ചെയ്ത 100% സത്യസന്ധനായ ഉദ്യോഗസ്ഥനാണ്. ഏറ്റെടുത്ത കേസുകളിൽ മുഴുവനും തിളക്കമാർന്ന വിജയം എന്ന രീതിയിൽ ചെയ്ത അദ്ദേഹം. പക്ഷെ അദ്ദേഹത്തിന് ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഈ പറഞ്ഞ പോലെ ഇവിടുത്തെ നമ്മുടെ മുഖ്യമന്ത്രിക്ക് പ്രിയപ്പെട്ടവനല്ലാതായിപ്പോയി, ഇവിടുത്തെ പാർട്ടിക്ക് CPM-ന് പ്രിയപ്പെട്ടവനല്ലാതായിപ്പോയി. അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്ത സംഭവമൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി. എന്ത് സില്ലി ആയിട്ടുള്ള മാറ്ററിനാണ് അദ്ദേഹത്തിനെ പി വിജയനെ സസ്പെൻഡ് ചെയ്തത്. പി വിജയനെ പോലെയൊക്കെ ഒരു ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജമ്മാണ്. പക്ഷെ നമ്മുടെ നാടിങ്ങനെ ആയിപ്പോയി, പ്രബുദ്ധ കേരളം ഇങ്ങനെ ആയിപ്പോയി. അത് പറഞ്ഞിട്ട് കാര്യമില്ല, സഹിച്ചേ പറ്റുള്ളൂ. തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരും തെരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിയുമാണ്. നമുക്കിങ്ങനെ ഇരുന്ന് ചർച്ച ചെയ്യാം എന്നുള്ളതല്ലാതെ ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, ഒന്നും സംഭവിക്കില്ല. MR അജിത് കുമാർ DGP ആവുക തന്നെ ചെയ്യും. ഇതെല്ലാം നിലനിൽക്കും. നമ്മളിവിടെ കിടന്ന് ബഹളം വെക്കും, ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ കോടതി പോകും, ഒക്കെ ചെയ്യും. പക്ഷേ MR അജിത് കുമാർ DGP ആയി തന്നെ റിട്ടയർ ചെയ്യും. ഒന്നും ഈ നാട്ടിൽ സംഭവിക്കില്ല. ഡോക്ടർ പ്രേംകുമാർ, അങ്ങനെ അനിതര സാധാരണമായ ഒരു സംരക്ഷണ ബുദ്ധി MR അജിത് കുമാറിനോട് ഇപ്പോഴും സംവിധാനത്തിന് തുടരുന്നുണ്ടോ? അല്ല, അതിന് മുന്നേ ദിവ്യ എസ് കേസിൽ ശ്രീകുമാർ പറഞ്ഞ 1-2 കാര്യങ്ങൾ, ശ്രീകുമാറിന്റെ ഡയലോഗിൽ കോൺഗ്രസിന്റെ നിലപാടിന്റെ പൊള്ളത്തരവും ആ പഴഞ്ചത്തരവും വരുന്നുണ്ട്. കോൺഗ്രസ് നേതാവിന്റെ ഭാര്യയായ IAS ഓഫീസർ എന്നാ പറയുന്നത്. അങ്ങനെ അല്ലെന്നേ. ദിവ്യ ഓഫീസർ അവരുടെ കഴിവും പ്രാപ്തിയും തെളിയിച്ച വളരെ എഫിഷ്യന്റ് ആയ ഒരു IAS ഓഫീസറാണ് അവര്. നിങ്ങൾ പറഞ്ഞ പോലെ പാട്ട് പാടുന്നതിലും പുസ്തകം എഴുതുന്നതിലും ആളുകളോട് സംസാരിക്കുന്നതിലും ലിറ്ററേച്ചർ ഫെസ്റ്റിവലുകളിൽ വന്ന് സംവദിക്കുന്നതിലൊക്കെ അവരുടെ കപ്പാസിറ്റി തെളിയിച്ച ഒരു ഇൻഡിവിജ്വലാണ്. അങ്ങനെ ഒരു ഇൻഡിവിജ്വലായിട്ട് അവരെ കാണാൻ കഴിയുന്നില്ല എന്നുള്ളത് കോൺഗ്രസിന് ഇപ്പോഴും ബാധിച്ചിരിക്കുന്ന, കേരളത്തിലെ കോൺഗ്രസിന് ഇപ്പോഴും ബാധിച്ചിരിക്കുന്ന മാറാവ്യാധിയാണ്. അതിൽ നിങ്ങൾ മുക്തരാവാത്തിടത്തോളം കാലം ഒരു ഇഞ്ച് നിങ്ങൾ മുന്നോട്ട് പോവില്ല. പിന്നെ ഇത് സാധാരണ RSSന്റെ എന്താ പറയുക, 3rd റേറ്റ് കക്ഷികൾ പറയുന്ന വർത്തമാനമാണ്. അങ്ങനെ പറഞ്ഞാൽ കോൺഗ്രസ്സുകാർക്ക് ഇഷ്ടപ്പെടില്ല എന്ന്. അങ്ങനെ പറഞ്ഞാൽ കോൺഗ്രസ്സുകാർക്ക് ഇഷ്ടപ്പെടില്ല എന്ന് പറയുന്നത് KPCC ഓഫീസിലല്ലല്ലോ അവർ ജീവിക്കുന്നത്, കോഴിക്കോട് DC ഓഫീസിലല്ലോ. അല്ല, അത് മല്ലികാ സുകുമാരനോട് ചോദിച്ചിരുന്നു B ഗോപാലകൃഷ്ണൻ, മരുമകളെ നിലക്കി നിർത്തിക്കൂടായിരുന്നു എന്ന്. ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കാം. അതായത് ഒന്നത്, പിന്നെ ഈ ഒരു ഞങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല എന്ന് പറയല്ലോ, അതായത് ആ സിനിമയിൽ അങ്ങനെ വന്നാൽ ഞങ്ങൾക്ക് ഇഷ്ടമല്ല, ഇങ്ങനെയുള്ള ഒരു അണ്ടർവെയറിന്റെ കളർ വന്നാൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല. ഇത് ഒരു തരത്തിലും ഡെമോക്രാറ്റിക് ആയ ഒരു സാധനം അല്ലല്ലോ. എനിക്ക് അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുണ്ട്, ഷാബു പ്രസാദിന് അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. ഞങ്ങൾക്കത് ഇഷ്ടപ്പെടില്ല എന്ന് പറയുന്നത് അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത എത്രയോ കാര്യങ്ങൾ ഇവിടെ തിയേറ്റർ പോലും കാണാതെ പോയിട്ടുണ്ട്. ഞാൻ കേട്ടില്ല. CPM-ന് ഇഷ്ടപ്പെടാത്ത സിനിമകൾ ഇവിടെ തിയേറ്റർ കാണാതെ പോയിട്ടുണ്ട്. അതിന്റെ സംവിധായകൻ ആ നാട്ടിൽ നിന്ന് ഒളിച്ചോടേണ്ടി വന്നിട്ടുണ്ട്. നട്ടപ്പാതിലേക്ക് അയാളെ കുടുംബത്തിനെ അടക്കം വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ടുണ്ട്. ഇപ്പോഴും ജീവന് ഭീഷണിയായിട്ട് TP51 ആ സംവിധായകൻ ഇപ്പോഴും ഈ നാട്ടിൽ ഇങ്ങനെ മീഡിയയ്ക്ക് മുമ്പിൽ വരെ നെഞ്ചത്തടിച്ച് കരഞ്ഞു വിളിച്ച് നടക്കുന്നുണ്ട്. ഷാബു പ്രസാദ്, അതിന്റെ വാസ്തവത്തിലേക്ക് നമുക്ക് പോകാം. ആർക്കാണെങ്കിലും സംവിധായകന്റെ കാര്യമാണ് പറഞ്ഞത്. ഇത് ഈ നാട്ടിലൊക്കെ നടക്കും പ്രേംകുമാറെ. ഇതൊക്കെ നാട്ടിൽ ഇതൊരാൾക്ക് മാത്രമൊന്നുമല്ല. അഭിപ്രായ സ്വാതന്ത്ര്യം ഉള്ളപ്പോൾ, എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യം ഉള്ളപ്പോൾ ഇഷ്ടപ്പെട്ടതും ഇഷ്ടപ്പെടാത്തതുമായ അഭിപ്രായങ്ങൾ എല്ലാത്തരത്തൊന്നും ഉണ്ടാകും. ഞാൻ പറഞ്ഞോട്ടെ, ഏകപക്ഷീയമായ ഒരു നയമൊന്നും വേണ്ട. ഞാൻ പറഞ്ഞു കൊള്ളട്ടെ, ഇത്തരം ഡയലോഗ് ഞാൻ ഇപ്പോഴത്തെ ഇന്ത്യയിൽ, വർത്തമാനകാല ഇന്ത്യയിൽ RSS ഫ്രറ്റേണിറ്റിയിൽ നിന്നാണ് ഞാൻ ഏറ്റവും കൂടുതൽ. പഴയകാല ഭൂതകാല ഇന്ത്യയിൽ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഭൂതകാല ഇന്ത്യയിലായിരുന്നു
ശ്രീ ഷാബു അദ്ദേഹത്തിന്റെ അവസരത്തിൽ എന്താണ് അതിൽ RSSന് എന്താണ് പങ്ക് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം മറുപടി പറയുന്നു. ഞാൻ പറയാം, ഇത്രയും തീവ്രമായ രീതിയിൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല എന്നുള്ള ഡയലോഗ് വർത്തമാനകാല ഇന്ത്യയിലെ രാഷ്ട്രീയ പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റിൽ ഏറ്റവും കൂടുതൽ വരുന്നത് സംഘപരിവാർ ക്യാമ്പുകളിൽ നിന്നാണ്. കാരണം നിങ്ങളാണ് ഏറ്റവും സ്ട്രോങ്, നിങ്ങളാണ് ഏറ്റവും ഇന്ത്യയിലെ ഭൂരിപക്ഷത്തെ റെപ്രസെന്റ് ചെയ്യുന്നത്, ഏറ്റവും അസ്വസ്ഥരാവുന്നത് നിങ്ങളാണ്. ഇതേ സാധനമാണ് കോൺഗ്രസ് പറയുന്നത്. കോൺഗ്രസ്സുകാർക്ക് അത് ഇഷ്ടപ്പെടില്ല. അങ്ങനെ ഇഷ്ടപ്പെടില്ല എന്ന് പറഞ്ഞാൽ നടക്കില്ല. ഇത് കേരളമാണ്, ഇന്ത്യയാണ്. അവിടെ എനിക്കും ശ്രീകുമാറിന് അഭിപ്രായം പറയാനുള്ളത് പോലെ തന്നെയുള്ള സ്വാതന്ത്ര്യം ദിവ്യ എസ് അയ്യർക്കുമുണ്ട്. അവർ ഒരു തരത്തിലുള്ള പൊളിറ്റിക്കൽ എൻഡോഴ്സ്മെന്റ് നടത്തിയിട്ടില്ല. അവരുടെ റിപ്പോർട്ടിംഗ് ഓഫീസർ ആയിരുന്ന അവരുടെ ചീഫ് മിനിസ്റ്ററുടെ പ്രൈവറ്റ് സെക്രട്ടറി ആ പൊസിഷനിൽ എത്രത്തോളം എഫിഷ്യന്റ് ആയിരുന്നു എന്നാണ് അവർ പറഞ്ഞത്. അതിൻ്റെ അകത്ത് ഒരു സർവീസ് ചട്ട ലംഘനവും ഇല്ല. ഇഷ്ടപ്പെടില്ല എന്ന് പറയാ ഇന്നയാളുടെ ഭാര്യയാണെന്ന് പറയുന്നത് വളരെ പഴഞ്ചനായിട്ടുള്ള കോൺഗ്രസിന്റെ പ്രഖ്യാപിത നിലപാടുകൾക്ക് പോലും പറ്റിയ കാര്യമല്ല. അല്ല, കെ ശബരിനാഥനും ഇഷ്ടമായിട്ടുണ്ടാകില്ല എന്നുകൂടി പറയുന്നു. അല്ല, ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ളത് വേറെ കാര്യം. അതിൻ്റെ അകത്തുള്ള പ്രശ്നമാണ് വീഴ്ച വന്നിട്ടുണ്ട് എന്ന് പറയുന്നത്. ഞാൻ പറയുന്നു, മാധു ഒരു കമന്റ് നടത്തുന്നു, മാധുവിന് വീഴ്ച പറ്റിയിട്ടുണ്ടെന്ന് പറയേണ്ടത് മാധുവിന്റെ ചീഫ് എഡിറ്ററാണ്. ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, മാധുവിന്റെ ഹസ്ബൻഡ് പറയേണ്ട ആവശ്യമില്ല. വീഴ്ച പറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതിനർത്ഥം എനിക്ക് ഇവരെക്കാൾ മുകളിൽ ഒരു അധികാര സ്ഥാനമുണ്ട് എന്നാണ് ആ ഡയലോഗ് പറയുന്നത്. അങ്ങനെ ഒരു ഡയലോഗ് ശബരിനാഥിനെ പോലെയുള്ള ഈ കാലത്തുള്ള ഒരു ചെറുപ്പക്കാരനിൽ നിന്ന് വരാൻ പാടില്ലായിരുന്നു. എന്ത് സമ്മർദ്ദം ഉണ്ടായിരുന്നാലും അവരെ പറഞ്ഞത് കംപ്ലീറ്റ് തെറ്റാണെന്ന് പറയാം ആസ് എൻ ഇൻഡിവിജ്വൽ. പക്ഷേ അവർ പറഞ്ഞതിൽ ഫോൾട്ടുണ്ട്, ഞാനും കൂടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു എന്ന് പറയുന്നത് അതൊരാളുടെ ഇൻഡിവിജ്വാലിറ്റി അംഗീകരിക്കാതിരിക്കുന്ന വഷളൻ സ്റ്റേറ്റ്മെന്റ് ആണെന്ന് തന്നെ ഞാൻ പറയും. അജിത് കുമാറിന്റെ കേസിൽ ആ വിജിലൻസ് എൻക്വയറി നടന്നു, വിജിലൻസ് എൻക്വയറി ആവശ്യപ്പെട്ടു, നടന്നു. അതിൽ ഡിലേ ഉണ്ടായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ആ തീരുമാനങ്ങളിലേക്ക് പോകുന്നതിൽ. രണ്ടാമത്തെ കേസ് പി വിജയനെതിരെ ഫോൾസ് സ്റ്റേറ്റ്മെന്റ് കൊടുത്തു എന്നുള്ളതിൽ കേസ് എടുക്കണമെന്ന് DGP റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ തീരുമാനമെടുത്തിട്ടില്ല എന്നുള്ളതാണ്. തീരുമാനമെടുത്തിട്ടില്ല. അതിനും ഞാൻ വിചാരിക്കുന്നത് അതിന്റെ പ്രൊസീജിയറൽ ഡിലേ ഉണ്ടാവുന്നുള്ളത് തന്നെയാണ്. ജസ്റ്റിഫയബിൾ ആയ ഒരു സാധനമാണെങ്കിൽ കേസ് എടുക്കാതിരിക്കാൻ പറ്റില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം പി വിജയൻ, അതും ഒരുപക്ഷെ ഈ IPS തലം നമ്മൾ കാണുന്നതിനേക്കാൾ കൂടുതൽ ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങളും, ഇപ്പൊ പ്രശാന്തിന്റെ കേസിലും അങ്ങനെയാണല്ലോ, ഓഫീസേഴ്സ് തമ്മിലുള്ള പടലപ്പിണക്കങ്ങളും സാധനങ്ങളും നിലവിലുള്ള ഓഫീസേഴ്സിനെ വെച്ചോണ്ടാണല്ലോ ഏത് ഗവൺമെന്റ് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. കംപ്ലീറ്റ് ടീമിനെ മാറ്റാൻ തുടർഭരണമുള്ള സർക്കാരല്ലേ ഇതൊരു തുടർഭരണമുള്ള സർക്കാരല്ലേ. ഇപ്പൊ ആദ്യം ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് അല്ലെങ്കിൽ ഒന്നാം ഇടതു സർക്കാരിന്റെ കാലത്ത് കോൺഗ്രസിന്റെ ഭൂതാവേശമുള്ള സർക്കാരാണ്, അല്ല ഉദ്യോഗസ്ഥരാണ് എന്നൊക്കെയുള്ള ചില പരാമർശങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതിപ്പോ ഭൂതാവേശം വന്നിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ സർക്കാരിന്റെ അല്ലേ കഴിയുകയുള്ളൂ. ഉദ്യോഗസ്ഥർ എന്ന് പറയുമ്പോൾ ചില്ലറ ഉദ്യോഗസ്ഥരാണോ? സംസ്ഥാനത്തിന് ക്രമസമാധാന പാലനത്തിന്റെ ഏറ്റവും ഉന്നത ശ്രേണിയിലിരിക്കുന്ന ഉദ്യോഗസ്ഥരാണ്. അല്ല, അതായത് അത് ഏത് സിസ്റ്റത്തിന്റെ അകത്തായിരുന്നാലും മാധു, ഗവൺമെന്റിനകത്താണെങ്കിൽ പോലും IAS ടോപ്പ് ലെയർ കക്ഷികൾ അവരുടെ പേഴ്സണൽ ഇൻട്രസ്റ്റ് ഉണ്ടാവും, അവരുടെ ഗ്രൂപ്പിസം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് ഒരു ഗവൺമെന്റ് വന്നാലും, ഇപ്പൊ ഗോവിന്ദ മാഷ് ധാരണ പറഞ്ഞ പോലെ ഇത് സോഷ്യലിസമോ കമ്മ്യൂണിസമോ ഒന്നും അല്ലല്ലോ. അല്ലാത്ത ആളുകൾ മുഴുവൻ ഒഴിവാക്കി പക്ക കമ്മ്യൂണിസ്റ്റുകാരായ ആളുകൾ മാത്രം കൊണ്ടുവരാം. അത് പോസിബിൾ അല്ല. പോലീസ് സംവിധാനം എന്ന് പറയുന്നത് സ്റ്റേറ്റിന്റെ മിഷനറിയാണ്. അത് മര്യാദയ്ക്ക് നടപ്പിലാക്കുക എന്ന് പറയുന്നത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. അല്ലാതെ അവിടെ ഈ പഠനപ്പിണക്കുകൾക്കും കുത്തടിയലുകൾക്കും അല്ലെങ്കിൽ ചേരിപ്പോരുകൾക്കും തൊഴുത്തിൽ കുത്തിനുമൊക്കെ അനുവദിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് അനുവദിച്ചു കൊടുക്കാൻ പാടില്ല. പക്ഷെ അത്തരം കാര്യങ്ങൾ ഇല്ലാത്ത ഒരു ഐഡിയൽ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നതെന്ന് വിചാരിക്കരുത്. അത്തരം ഇഷ്യൂസ് ഉണ്ട്. ഞാൻ പറഞ്ഞത് പി വിജയന്റെ സസ്പെൻഷനിലേക്ക് പോലും നയിച്ചിട്ടുണ്ടായിരുന്ന അങ്ങനെയുള്ള ഒരു കാര്യമായിരുന്നു. വളരെ ആത്മാർത്ഥതയോടെ തന്നെ സത്യസന്ധതയോടെ പെട്ടെന്ന് കാര്യം തീർക്കാൻ വേണ്ടി അദ്ദേഹം നടത്തിയ ഒരു ഇടപെടൽ. പക്ഷേ ഒരു എന്താ പറയുക, അവരുടെ റൂൾസിന്റെ പെർസ്പെക്റ്റീവ് നിന്ന് ഇന്റർപ്രറ്റ് ചെയ്യുമ്പം ഡിസിപ്ലിനറി എന്താ പറയാ മിസ്ബിഹേവിയർ എന്ന രീതിയിൽ ഇന്റർപ്രറ്റബിൾ ആയിരുന്നു. അത് അങ്ങനെ ആയിരുന്നു. പക്ഷെ ഉണ്ടായിട്ടുണ്ട് എന്നതിന് തെളിവുണ്ടായിരുന്നില്ലല്ലോ. അല്ല, അതിന്റെ വളരെ കോംപ്ലിക്കേറ്റഡ് കാര്യങ്ങൾ എനിക്ക് അറിയുമെങ്കിൽ പോലും പറയുന്നതിൽ എനിക്ക് ചില പരിമിതികളുണ്ട്. കാരണം ഈ ഷാവു പ്രസാദ് പറഞ്ഞ പോലെ എനിക്കും വളരെ അടുത്ത് പരിചയമുള്ള ആളാണ് വിജയൻ. പോലീസ് നമ്മൾ സ്നേഹത്തോടെ വിളിക്കുന്ന പോലീസ് എന്നുള്ള രീതിയിൽ അല്ലാത്ത അദ്ദേഹത്തിന്റെ മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വളരെ അടുത്ത് പരിചയമുള്ളതാണ്. അപ്പോൾ അത് മിസ്റ്റേക്ക് അല്ലാത്തതാണോ, അത് അറിഞ്ഞിട്ടുണ്ടോ, തെളിവുണ്ടോ എന്നൊക്കെ വേറെ കാര്യം. പക്ഷെ അതിന്റെ ഒരു ബേസിക് പ്രശ്നം ഇതായിരുന്നു. പക്ഷെ അദ്ദേഹത്തെ റീഇൻസ്റ്റേറ്റ് ചെയ്തു. അയാൾ ഇപ്പോൾ ADGP ആണ്. പ്രൊമോഷൻ കിട്ടിയ അവിടെ എത്തി അദ്ദേഹത്തിന്റെ ഭാഗം കൂടി അജിത് കുമാർ ഏത് ഘട്ടത്തിലാണെന്ന് ആലോചിക്കണം. അദ്ദേഹത്തിന് പ്രൊമോഷൻ കിട്ടുന്നത് ഏത് ഘട്ടത്തിലാണെന്ന് ആലോചിക്കണം. അതൊരു കാവ്യനീതി എന്ന് പോലും ആ ഘട്ടത്തിൽ പറഞ്ഞിരുന്ന ആളുകളുണ്ട്. MR അജിത് കുമാറുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ആകെ ചുഴലിക്കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിച്ച് അദ്ദേഹത്തിന് അവിടെ നിന്ന് മാറ്റണം. അല്ലാതെ വഴിയില്ല എന്ന് പറയുന്ന ഘട്ടത്തിലാണ് ഈ പറയുന്ന അദ്ദേഹത്തിന് പി വിജയന്റെ തിരിച്ചുവരവ് പോലും ഉണ്ടാകുന്നത്. രണ്ടും തമ്മിൽ കണക്ഷൻ ഉണ്ടോ? അത് രണ്ടും തമ്മിൽ കണക്ഷൻ ഉണ്ടായിരുന്നു. കാരണം അതുകൊണ്ടാണ് MR അജിത് കുമാറിനെ മാറ്റി നിർത്തിയത്. ഏകപക്ഷീയമായി മാറ്റി നിർത്താൻ അപ്പോൾ തയ്യാറാക്കില്ല. കണക്ഷൻ ഉണ്ടാക്കിയ സർക്കാർ സംവിധാനമാണ്. അല്ല, ഇതിനകത്ത് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന്റെ ഡിസിഷൻസ് ആസ് സച്ച് തന്നെ എല്ലാ അർത്ഥത്തിലും നടപ്പിലാക്കുക എന്നുള്ളത്
ഹൈലി ബ്യൂറോക്രാറ്റിക് സെൻട്രിക് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിൽ, ഒരു സിസ്റ്റത്തിൽ 100% അങ്ങനെ നടക്കുന്നതല്ല. ഏത് ഗവൺമെന്റ് ആയിരുന്നാലും ശ്രമിക്കാനേ പറ്റുള്ളൂ. ഇനി കുറച്ച് കൂടുതൽ പൊളിറ്റിക്കൽ വിൽ ഇമ്പോസ് ചെയ്തു എന്ന് കരുതിക്കോ, അപ്പം മൊത്തത്തിൽ ഭയങ്കര ബഹളം വരികയാണ് ചെയ്യുക. പാർട്ടിയുടെ എന്താ പറയുക, പാർട്ടി സെൽ ഭരണമാണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പരാതി. ഇതിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനാ പറ്റുക. ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ഇഷ്യൂസ് ഉണ്ടാവും, അതിനെ എങ്ങനെ ക്രിയേറ്റീവായിട്ട് പരിഹരിക്കാം എന്നുള്ളതിലാണ് കാര്യം. വളരെ അബ്സേർഡ്, വളരെ അബ്സല്യൂട്ടായിട്ട് അതിനെ എന്താ പറയുക, കുറ്റം കാണുകയോ ശരി 100% ശരി എന്ന് പറയുകയോ ചെയ്യുന്നതിനേക്കാൾ. തിരികെ സ്വാഗതം ചർച്ചയിലേക്ക്. ശ്രീ രാഹുൽ ഈശ്വർ, ഈ എൻ പ്രശാന്തുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിരുന്നിട്ടുണ്ട്. ആ വിഷയം തന്നെ വിശദമായി ചർച്ച ചെയ്തിട്ടുമുള്ളതാണ്. അദ്ദേഹം തന്നെ പറയുന്നതനുസരിച്ച്, അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അനുസരിച്ച്, അദ്ദേഹം 6 മാസമായി അദ്ദേഹത്തിൻ്റെ വാദം കേൾക്കണമെന്ന ആവശ്യം ഉണർത്തിക്കുകയാണ്. പക്ഷെ അത് നടക്കുന്നില്ല. അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന രേഖകളും മറ്റു കാര്യങ്ങളും എല്ലാം അപ്രത്യക്ഷമാകുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹം അത് റെക്കോർഡ് ചെയ്യണമെന്ന ആവശ്യം ഉന്നയിക്കപ്പെടുന്നത് നിരാകരിക്കുന്നു. ഇന്ന് ചീഫ് സെക്രട്ടറിക്ക് മുൻപാകെ ഹാജരാകുന്നതിന് തൊട്ട് മുൻപും അദ്ദേഹം ചീഫ് സെക്രട്ടറിക്ക് പരിഹസിച്ചുകൊണ്ടൊരു പോസ്റ്റ് ഇട്ടതിന് ശേഷമാണ് ആ നടപടിക്രമങ്ങളിലേക്ക് കടക്കുന്നത്. അച്ചടക്കം എന്നുള്ളത് വേണമെന്നുള്ളതാണ് ഒരു സർവീസ് കാഴ്ചപ്പാട്. പക്ഷെ അതിനപ്പുറത്ത് അച്ചടക്കം അങ്ങനെ തന്നെ അനുവർത്തിച്ചില്ലെങ്കിലും ഒരു സ്റ്റേറ്റിൻ്റെ ബ്യൂറോക്രസിയുടെ തലപ്പത്തിരിക്കുന്ന ഒരാളെ അധിക്ഷേപിച്ചുകൊണ്ട് അല്ലെങ്കിൽ അപമാനിച്ചുകൊണ്ട് വിലയില്ല എന്ന് തുറന്ന പ്രഖ്യാപനം നടത്തുന്ന രീതിയിൽ പരാമർശങ്ങൾ നടത്തിക്കൊണ്ട് അദ്ദേഹത്തിന് മുന്നോട്ട് പോകാം എന്ന് വിചാരിക്കുന്നത് തനിക്ക് വലിയ പ്രിവിലേജുണ്ടെന്ന് ആത്മവിശ്വാസം ഉണ്ടല്ലേ? ശ്രീമതി മാധു, ആദ്യം തന്നെ എനിക്ക് പ്രശാന്തിനെ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ അഭിപ്രായങ്ങൾ പ്രശാന്തിനോട് ബയസ്ഡ് ആയിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹം ഒരുപാട് കാലം അദ്ദേഹം റോങ്ഡ് ആയി എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഉന്നയിച്ച പല പോയിന്റുകളും ശ്രദ്ധിച്ചില്ല, അദ്ദേഹം വെളിയിലേക്ക് കൊണ്ടുവന്ന പല കാര്യങ്ങളും വേണ്ട രീതിയിൽ പരിഗണിച്ചില്ല തുടങ്ങിയ കാര്യങ്ങൾ ആദ്യം മുതലേ റേസ് ചെയ്യുകയും അദ്ദേഹത്തിന് ശരിയല്ലെന്നും നീതിയല്ലെന്നും തോന്നുന്ന ഒരു കാര്യമാണ് നേരിടുന്നതെന്ന് പലതവണയെ പുറത്തു പറയുകയും ചെയ്തൊരു വ്യക്തിയാണ്. യഥാർത്ഥത്തിൽ സിവിൽ സർവീസിലെ യങ് ഓഫീസേഴ്സ് എല്ലാവരേക്കാൾ, അതായത് പ്രശാന്ത് ആകട്ടെ, ദിവ്യ ആകട്ടെ അടക്കമുള്ള ഓഫീസേഴ്സിനെയൊക്കെ ആ രീതിയിൽ നന്നായി കൊണ്ടുപോകുന്നതിൻ്റെ ഉത്തരവാദിത്വം ഗവൺമെൻറ്റിന് കൂടിയാണ്. ബഹുമാനപ്പെട്ട മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും അടക്കം ഈ സിവിൽ സർവീസ് എന്ന് പറയുന്ന സ്റ്റേറ്റിൻ്റെ ആംസിനെ നല്ല രീതിയിൽ കൊണ്ടുപോകാനുള്ള ഒരു റെസ്പോൺസിബിലിറ്റി അവർക്കാണ്. പലപ്പോഴും വേണ്ട രീതിയിൽ സിവിൽ സർവീസിനെ ചാനലൈസ് ചെയ്ത് മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നുള്ളൊരു സ്കിൽ ഇടത് ഗവൺമെൻറ്റിൻ്റെ നിന്ന് കണ്ടില്ല എന്ന് പറയാതെ വയ്യ. അതുകൊണ്ടാണ് നമ്മുടെ കേരള ചരിത്രത്തിൽ ഒരിക്കലും കേൾക്കാത്ത രീതിയിൽ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോരാടുന്നത് നമ്മൾ കണ്ടു. ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും അഭിലഷണീയമല്ലാത്ത കാര്യങ്ങൾ പറയുന്നത് മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നതിൻ്റെ ഉത്തരവാദിത്വം അവിടെയല്ല, മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് വളരെ പ്രതീക്ഷയോടെയല്ലേ മുമ്പ് ശ്രീ പ്രശാന്തിനെ അടക്കം പല സ്ഥലങ്ങളിലും പോസ്റ്റ് ചെയ്ത് വളരെ താല്പര്യമായിരുന്നല്ലോ ആദ്യകാലത്തൊക്കെ. നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ അറിയാവുന്നതല്ലേ. എന്നാൽ ഇവരെ മാനേജ് ചെയ്ത് ചാനലൈസ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകുന്നത് യഥാർത്ഥത്തിൽ പൊളിറ്റിക്കൽ വില്ലിൻ്റെയും പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൻ്റെയും സ്കില്ല് കൂടിയല്ലേ. IAS അടക്കം എന്തൊക്കെ പറഞ്ഞാലും അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ പൊളിറ്റിക്കൽ ലീഡർ അല്ലെങ്കിൽ പോളിസി മേക്കേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ലോ മേക്കേഴ്സ് ആയ രാഷ്ട്രീയക്കാരാണ്. ആ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഇത്തരം പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിൽ ഇടപെട്ട് പരിഹരിക്കുന്നതിന് പകരം അതങ്ങനെ പെർസിസ്റ്റ് ചെയ്യിക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? ആ അർത്ഥത്തിലാണ് രാഷ്ട്രീയക്കാർക്ക് ഇത്തരം കാര്യങ്ങളിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ ഒരു മെച്യൂരിറ്റിയും പാകതയും വേണം. ഈ ഗവൺമെന്റിന് തന്നെ പല ആൾക്കാരുമായിട്ടും ആദ്യം ഏറ്റവും മികച്ച ബന്ധമായിരുന്നില്ലേ ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ശ്രീ പ്രശാന്തിന്റെ കുറെയെങ്കിലും ഒരു കോൺഫ്രണ്ടേഷണൽ സ്റ്റൈലാണ്. അദ്ദേഹത്തിന്റെ ചില പോസ്റ്റുകളൊക്കെ അതിന്റെ ടോണ് ഡിബേറ്റബിൾ ആണോ എന്ന് ചോദിച്ചാൽ ഡിബേറ്റബിൾ ആണ്, സംശയമൊന്നുമില്ല. പക്ഷേ അദ്ദേഹം താൻ റോങ്ഡ് ആണ് എന്നുള്ള ചിന്തയിൽ, അദ്ദേഹത്തിന് നീതി കിട്ടുന്നില്ല ചിന്തയിലാണ് അനധിസാധാരണമായ ലൈവ് ടെലികാസ്റ്റ് വേണമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ ശ്രീ പ്രശാന്തിനെ അടക്കം വിശ്വാസത്തിൽ ഏതെങ്കിലും ഒരു സീനിയർ മിനിസ്റ്ററോ മുഖ്യമന്ത്രിയോ ഒക്കെ ഇടപെട്ടാൽ ചെയ്യാവുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ. CMന്റെ സ്റ്റേച്ചറിലുള്ള വളരെ മുതിർന്ന ഒരാൾ വിളിച്ച് ഇങ്ങനെ നിങ്ങൾ ഫ്രണ്ടിൽ പോകരുത്, നമ്മുടെ സിവിൽ സർവീസിന്റെ എൻ്റയർ മെക്കാനിസം ഇൻഫ്രാസ്ട്രക്ചറിലും അത് മോശമാണ് തുടങ്ങിയ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ പരിഹരിക്കുന്നതല്ലേ. അപ്പൊ ഈ പരിഹരിക്കുന്ന ഒരു എന്നൊക്കെ ആവശ്യപ്പെടുന്നത് കുറച്ച് കടന്ന കൈയല്ലേ മാധു? അങ്ങനെയല്ലല്ലോ. ഞാനോ മാധുവോ പോലെ അല്ലല്ലോ. ഞാനും രാഹുൽ ഈശ്വറും പോലെയല്ല. ഉത്തരവാദിത്വവും അച്ചടക്കവും ആവശ്യമുള്ളൊരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളാണ്. അപ്പൊ ആ ഉത്തരവാദിത്വം കാണിക്കല്ലേ വേണ്ടത്. അല്ലാതെ ഞാൻ ഇവിടെ ഇങ്ങ് പ്രതിഷേധിച്ചേക്കാം, മറ്റുള്ളവരെയൊക്കെ വന്ന് എന്റെ മുന്നിൽ ഇങ്ങനെ നിന്നുകൊണ്ട് എന്റെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞാൽ നാട്ടിലുള്ളവർക്ക് മറ്റു പണികളൊന്നുമില്ലേ? കേരളത്തിന് മുഖ്യമന്ത്രിക്ക് വേറെ പണിയൊന്നുമില്ലേ?
അങ്ങനെയല്ല ഞാൻ CM-ന്റെ സ്റ്റേച്ചർ ഉള്ളതുകൊണ്ടാണ് ഇപ്പൊ ശ്രീമതി ദിവ്യ എസ് അയ്യർ അടക്കം സൂചിപ്പിച്ച രീതിയിൽ CM ഒരുപാട് ഉദ്യോഗസ്ഥരെ, ഞാൻ പേര് പറയുന്നില്ല, പ്രത്യേകിച്ച് ഇടയ്ക്ക് വലിയ വിവാദം ഉണ്ടാക്കിയ മറ്റ് പലരു കേസിലെ ഉദ്യോഗസ്ഥനെ അടക്കം ചേർത്ത് പിടിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഒരുപാട് പേർക്ക് അനിഷ്ടം ഉണ്ടായിട്ട് പോലും ആ പ്രത്യേക ഉദ്യോഗസ്ഥനെതിരെ കേസ് ഉണ്ടായിട്ട് പോലും വേണമെങ്കിൽ ചില രീതിയിൽ അർത്ഥമുള്ള തെളിവുണ്ടായിട്ടും തെളിവ് നശിപ്പിക്കലൊക്കെ ഉണ്ടായിട്ടും അല്ലെങ്കിൽ ഉണ്ടെന്ന് ആരോപണം ഉണ്ടായിട്ട് പോലും അദ്ദേഹത്തെ ചേർത്ത് പിടിക്കുകയും കൂടെ നിർത്തുകയും ഇതല്ലേ ഒരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന്റെ സ്കില്ല്. ശ്രീ N പ്രശാന്തിനെ അക്കോമഡേറ്റ് ചെയ്ത് ഒരുമിച്ച് കൊണ്ടുപോകുന്ന അദ്ദേഹത്തിന്റെ പ്രാഗൽഭ്യത്തിൽ ആർക്കും എതിർപ്പില്ലല്ലോ. ശ്രീ N പ്രശാന്ത് കഴിവുള്ള ഒരു മനുഷ്യനാണെന്ന കാര്യത്തിൽ അദ്ദേഹത്തിന്റെ ശത്രുക്കൾക്ക് പോലും എതിർപ്പ് കാണില്ല. അദ്ദേഹത്തിന്റെ ടോൺ ശരിയാക്കണമെന്ന കാര്യത്തിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾക്ക് പോലും എതിർപ്പും കാണില്ല. അപ്പോൾ ഏതെങ്കിലും മുതിർന്ന ഒരാൾ വിളിച്ച് ഇങ്ങനെയല്ല നമ്മൾ മുമ്പോട്ട് പോകേണ്ടത്, അല്ലെങ്കിൽ അന്ന് പണ്ടത്തെ കുന്നംകുളത്തിന്റെ മാപ്പ് അടക്കമുള്ള കാര്യങ്ങൾ വെച്ചാണ് ഞാൻ പറയുന്നത്. ആരോടും കോൺഫ്രണ്ടേഷൻ വേണ്ട. രാഘവൻ സാറിനോടാണ് അത് അന്ന് പറയുന്നത്. ആരെങ്കിലും മുഖ്യമന്ത്രി അടക്കം വിളിക്കുകയും പിന്നെ എടുത്ത് അൽഫോൺസ് കണ്ണന്താനം സാറിന്റെ ഓഫീസിലേക്ക് പോയി അവിടെയും ചില ഈ രാഷ്ട്രീയ നേതൃത്വവും സിവിൽ സർവീസും ഒരുമിച്ച് പോകണ്ടേ? നമ്മളെ ഭരിക്കുന്നവരല്ലേ ഇവര്. അപ്പൊ ഇത് ഒരാൾ ശരി ഒരാൾ തെറ്റെന്ന് മുദ്രകുത്താനല്ല, പരസ്പരം സമവായത്തിൽ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ഏറ്റവും ഔദ്യോഗികമായ ഉത്തരവാദിത്തമുള്ള ഒരാളാണ് ചീഫ് സെക്രട്ടറി. ചീഫ് സെക്രട്ടറിയാണ് N പ്രശാന്തിനെ വിളിക്കുന്നത്. അപ്പൊ ചീഫ് സെക്രട്ടറിയോട് അദ്ദേഹം പ്രതികരിക്കുന്ന രീതി എങ്ങനെയാണ്? അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക്, അദ്ദേഹത്തിന്റെ കളിതമാശയ്ക്ക് നിന്നു കൊടുക്കുന്ന ഒരാളാണോ സംസ്ഥാനത്തിന്റെ ചീഫ് സെക്രട്ടറി എന്ന് പറയുന്നത്? അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹത്തിന് പരിഹസിക്കാനും അദ്ദേഹത്തിന് കുഞ്ഞു കളിക്കാനുമുള്ള ആളാണോ സംസ്ഥാനത്തിന്റെ ചീഫ് സെക്രട്ടറി എന്ന് പറയുന്നത്? കുഞ്ഞു കളിക്കുക തുടങ്ങിയുള്ള പ്രയോഗങ്ങളിലില്ല. പക്ഷേ ശ്രീ പ്രശാന്തിനെ ഇഷ്ടപ്പെടുന്ന ഒരാളെന്ന രീതി ഞാൻ പറയുകയാണ്. ചില പോസ്റ്റുകളും ചില ടോണുകളും എന്താ പറയണേ, അത് ശ്രീ പ്രശാന്ത് തന്നെ പുനർചിന്തിക്കണം ചില കാര്യങ്ങളിൽ. എനിക്ക് അദ്ദേഹത്തെ ഇഷ്ടവും സൗഹൃദവും പരിചയമൊക്കെ ഉള്ളതുകൊണ്ട് പറയുകയാണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, ഞാനത് വളരെ നിഷ്പക്ഷമായിട്ട് തന്നെയാണ് പറയുന്നത്. പക്ഷേ ശ്രീ പ്രശാന്തിന് അനീതി നേരിട്ടു എന്ന് അദ്ദേഹത്തിന് ഒരുപാട് കാലമായി തോന്നലുണ്ട്. ആ അനീതി അഡ്രസ് ചെയ്യാനുള്ള ഒരു ഉത്തരവാദിത്വം നമ്മുടെ ഭരണകൂടത്തിനുണ്ട്. ഇത് നമ്മളൊരു സ്കൂളിലെയും കോളേജിലെയും പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് ഡിബേറ്റ് ചെയ്ത് തർക്കം ഈ ഡിബേറ്റ് ക്ലബ്ബിൽ ആരെങ്കിലും ജയിക്കാനൊന്നും പോകുന്നില്ലല്ലോ. പകരം ഒരു അർത്ഥത്തിൽ എല്ലാ ആൾക്കാരെയും ഒരുമിച്ച് കൊണ്ടുപോവുകയും ശ്രീ പ്രശാന്ത് ഒരു ജനകീയനാണ്, നാട്ടുകാരോട് ഇന്ററാക്ട് ചെയ്യുന്ന വ്യക്തിയാണ്. അദ്ദേഹവും ഈ സർവീസ് ചട്ടങ്ങളുടെ ലംഘനവും നടത്തുന്നില്ല. ശ്രീമതി ദിവ്യ എസ് അയ്യരും ഈ സർവീസ് ചട്ടങ്ങളുടെ ലംഘനം, റൂൾ 3 റൂൾ 5 അടക്കമുള്ള ഒരു ലംഘനമൊന്നും നടത്തുന്നില്ല. അപ്പോൾ ഇതിനെ ഒരു മെയ്വഴക്കത്തോടെ കൈവഴക്കത്തോടെ കൊണ്ടുപോകേണ്ടത് പൊളിറ്റിക്കൽ ലീഡർഷിപ്പാണ്. അങ്ങനെയുള്ളവർക്ക് അത്തരം കാര്യങ്ങൾ വേണം. അദ്ദേഹത്തിന്റെ പോസ്റ്റുകൾ കണ്ടാൽ ഒരു കോടതിയിൽ ഒക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. കാരണം അദ്ദേഹം അച്ചടക്ക നടപടി നേരിട്ട് നിൽക്കുന്ന ഒരാളാണ്. അത് തിരിച്ചു വരിക എന്നുള്ളതും ഈ സംവിധാനത്തെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുക എന്ന് പറയുന്നതും അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തമാണ്. അല്ലാതെ N പ്രശാന്ത് മാറി നിൽക്കുകയാണല്ലോ, അദ്ദേഹം ഇല്ലാതെ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് അദ്ദേഹത്തെ അങ്ങോട്ട് ചെന്ന് കണ്ട് അദ്ദേഹത്തെ ബോധിപ്പിച്ച് മുന്നോട്ട് പോകാം എന്ന നിലയ്ക്ക് സംവിധാനം ഇറങ്ങിച്ചെല്ലണമെന്ന് വാശി പിടിക്കുക എന്നൊക്കെ പറയുന്നത് കുറച്ച് കടന്ന കൈയാണ്. മാത്രമല്ല ചീഫ് സെക്രട്ടറി അദ്ദേഹത്തിന്റെ കാര്യത്തിൽ കൃത്യമായ തീരുമാനമെടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ട, വളരെ ഉത്തരവാദിത്തത്തോടു കൂടി പെരുമാറുന്ന ഒരു ഉദ്യോഗസ്ഥ, അവർ ഒരു ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ അവരതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലേക്ക് ഔദ്യോഗികമായി കടക്കുന്ന സമയത്ത് ഈ രീതിയിൽ തിരിച്ചു പെരുമാറിയിട്ടാണ് ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് എങ്കിൽ ഞാനിവിടെയുണ്ട്, നിങ്ങൾ ലൈവ് സ്ട്രീം ചെയ്ത് എന്നെ നാട്ടുകാരെ മുഴുവനും കാണിക്കണം, ഞാൻ അവരെ ബോധ്യപ്പെടുത്തിക്കൊള്ളാം എന്ന നിലയ്ക്ക് അദ്ദേഹം അതിനെ കൈകാര്യം ചെയ്യുന്നു. അത് അപക്വമായി പോയി എന്ന് അങ്ങ് തന്നെ പറയുന്നുമുണ്ട്. അദ്ദേഹം അതിനെ ജാഗ്രതയോടുകൂടി കാണണമെന്ന നിലയ്ക്ക് ഇഷ്ടമാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്കും ഇഷ്ടം പ്രകടിപ്പിക്കാനുള്ള ഇടത്തല്ല അദ്ദേഹം ഇരിക്കുന്നത്. അദ്ദേഹം ഉത്തരവാദിത്തമുള്ള, അദ്ദേഹം ഒരു സിവിൽ സർവന്റ് ആണ്, ഉത്തരവാദിത്തമുള്ള പോസ്റ്റിൽ ഇരിക്കുന്ന ഒരാളാണ്, ആളുകൾക്ക് ഓമനിക്കാനുള്ള ആളല്ല. അതുകൊണ്ട് തന്നെ ആ ഉത്തരവാദിത്തം അദ്ദേഹം കാണിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അങ്ങ് പറഞ്ഞതുപോലെ, അങ്ങയുടെ അഭിപ്രായം പറഞ്ഞതുപോലെ എൻ്റെ അഭിപ്രായം എന്ന നിലയ്ക്ക്. അല്ല, ഈ N പ്രശാന്തിന്റെ കേസിൽ രാഹുൽ പറയുന്നതിനകത്തുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. രാഹുൽ, നിങ്ങൾ പറയുന്നതിൻ്റെ അത് കുറേ പ്രശ്നങ്ങളുണ്ട്. അതായത് കോഴിക്കോട് കളക്ടറായിരുന്ന സമയത്താണ് അദ്ദേഹം ഫേസ്ബുക്കിലൂടെയൊക്കെ വളരെ പോപ്പുലർ ആയിരുന്നത്. എൻ്റെയും വളരെ അടുത്ത സുഹൃത്ത് തന്നെയാണ് അദ്ദേഹം. ആ സമയത്ത് MK രാഘവനെതിരെ അദ്ദേഹം പറഞ്ഞതും അന്നും ഭരിച്ചിരുന്നത് കേരളത്തിൽ പിണറായി വിജയൻ തന്നെയായിരുന്നു. ഒരു ഡിസിപ്ലിൻ റിയാക്ഷൻ ഉണ്ടായിട്ടില്ല. പിന്നെ അദ്ദേഹം അൽഫോൺസ് കണ്ണന്താനം സെക്രട്ടറി ആയിരുന്നു. എന്തായിരുന്നു ഫേസ്ബുക്കിൽ എഴുതിയെന്ന് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? അൽഫോൺസ് കണ്ണന്താനത്തിനെ പറ്റിയിട്ട് ഒരു ബാങ്കിന്റെ മാനേജർ രാത്രി വന്നിട്ട് കാശ് മോഷ്ടിക്കുന്നത് സെക്യൂരിറ്റിക്കാരൻ കാണുന്നു, ഇനി സെക്യൂരിറ്റിക്കാരൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് തിരികെ വന്നതാണ്. കേന്ദ്രത്തിൽ അയാൾക്കെതിരെ ഡിസിപ്ലിൻ റിയാക്ഷൻ ഉണ്ടായിട്ടില്ല. അതിനുശേഷമാണ് മാതൃഭൂമിയിലെ റിപ്പോർട്ടർ, മാതൃഭൂമിയാണെന്ന് നാം വിചാരിക്കുന്നത്, അവർക്കെതിരെ അശ്ലീല കമന്റ് വരുത്തി എന്ന് പറഞ്ഞിട്ട് അതിൽ അന്വേഷണ റിപ്പോർട്ടിൽ ഇദ്ദേഹത്തിനെതിരെ നടപടി എടുക്കാമായിരുന്നതാണ്. അന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയായിരുന്നു, നിലപാട് എടുത്തിട്ടില്ല. ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷന്റെ MD ആയിരുന്ന ഒരാൾ ക്യാബിനറ്റിനെയോ മന്ത്രിയുടെയോ അറിവില്ലാതെ ഡീപ് സീ ഫിഷിങ്ങിന് വേണ്ടിയിട്ടുള്ള എഗ്രിമെന്റ് സൈൻ ചെയ്യുന്നു. ഒരു തരത്തിലും ഇൻലാൻഡ് നാവിഗേഷൻ എന്ന് പറഞ്ഞാൽ പുഴയിലൂടെയും കായലിലൂടെയൊക്കെ ഓടിക്കാനുള്ള സാധനമാണ്.
ഡീപ് സീ നാവിഗേഷനായിട്ട് ഒരു ബന്ധമില്ല. അന്നും നിങ്ങൾ ഈ പറഞ്ഞതുപോലുള്ള നിലപാടെടുക്കാമായിരുന്നു, എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ പ്രശാന്തിനെ കണ്ടത് എവിടെയാണ്? മോൺസൺ അശ്ലീലം അല്ലല്ല, അശ്ലീലം മറ്റൊരു ആംഗിൾ ഉള്ളതാണ്. അശ്ലീലത്തിന് അദ്ദേഹത്തിന്റെ ഭാര്യ കൃത്യമായി മറുപടി നൽകിയിട്ടുണ്ട്, അതൊരു മീമായിരുന്നു. അതുകൊണ്ട് അശ്ലീലം ഇതിലേക്ക് കൊണ്ടുവരുന്നത്. ബാക്കി കാര്യങ്ങൾ നമുക്ക് തർക്കിക്കാം. രാഹുൽ ഈശ്വർ ഒരാളോട് വൃത്തികേട് പറഞ്ഞാൽ ആ പറഞ്ഞത് വൃത്തികേടല്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് രാഹുലിന്റെ ഭാര്യ അല്ല തരേണ്ടതെന്ന് മാത്രം ഞാൻ പറയട്ടെ. ഞാൻ പറഞ്ഞാലും ഇത് നിങ്ങൾ എന്തിനാ വീട്ടിലെ ഭാര്യനെയും ഭർത്താവിനെയും വെച്ച് ഇത്തരം കാര്യങ്ങൾ സ്കോർ ചെയ്യുന്നത്, സെറ്റിൽ ചെയ്ത് എവിടുത്തെ ന്യായമാണിത്? ശരിയല്ലല്ലോ, അയാളുടെ ഭാര്യ അല്ലല്ലോ പറയേണ്ടത്. എന്തോ ആവട്ടെ, അതിൽ നടത്തിയ അന്വേഷണത്തിൽ ഇദ്ദേഹം മോശമായ കാര്യം ചെയ്തു എന്നായിരുന്നു ഫൈൻഡിങ്. വേണമെങ്കിൽ സർക്കാരിന് നിങ്ങൾ പറയുന്ന പോലെ പ്രശാന്തിനോട് ദേഷ്യമുണ്ടായിരുന്നുവെങ്കിൽ അതിന്റെ പേരിൽ നടപടി എടുക്കാമായിരുന്നു. നടപടി എടുത്തിരുന്നില്ല. ഇപ്പൊ നടപടി ഉണ്ടായിട്ടുള്ളത് ഒരു കാരണവശാലും അയാൾ ഗവൺമെന്റിനെ പ്രശ്നമാക്കിയതുകൊണ്ടെന്നല്ല, ഇവർ തമ്മിലുള്ള കാര്യങ്ങളിലുമാണ്. ഇപ്പോ നിലവിൽ പ്രശാന്ത് സസ്പെൻഡ് ചെയ്യപ്പെട്ട് പുറത്തു നിൽക്കുന്ന ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹമാണ് തീരുമാനിക്കുന്നത് എങ്ങനെ ആര് നടത്തണം, എങ്ങനെ വിചാരണ നടത്തണം എന്നുള്ളത്. അതും നിരന്തരം ഈ സിസ്റ്റത്തെ കളിയാക്കിക്കൊണ്ടാണ്. ഒരു സിവിൽ സർവീസ് എന്നുള്ള രീതിയിൽ അദ്ദേഹം ചെയ്യുന്നത് ഇവിടുത്തെ ബ്യൂറോക്രസിയെ മൊത്തം ഡിസ്റപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് അദ്ദേഹം സ്വന്തം ചെയ്യുന്നതാണോ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് ചെയ്യുന്നതാണോ എന്നുള്ളതാണ് ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് കാണാനുള്ളത്. ശ്രീകുമാർ കുറച്ച് സമയം കൂടി നമ്മളോടൊപ്പം ചർച്ചയിലുള്ളതുകൊണ്ട് അദ്ദേഹത്തിലേക്ക് പോയതിനു ശേഷം ശ്രീ ഷാബു പ്രസാദ് അങ്ങയിലേക്ക് വരാം. ശ്രീ എൻ ശ്രീകുമാർ, ഇപ്പോ അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ കോൺഗ്രസ് അണികൾക്ക് വ്യാപകമായി ഇതിൽ അവർക്കൊരു ഫീലിംഗ് ഉണ്ടാവുന്നു, അത് പാടില്ലാത്തതായിരുന്നു എന്നുള്ളത്. ഇപ്പൊ കോൺഗ്രസിന്റെ എല്ലാ അണികളും അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ എല്ലാ അണികളും വളരെ ഉയർന്ന രാഷ്ട്രീയ ബോധ്യത്തോടെയും വളരെ ഉയർന്ന സാമൂഹ്യ ബോധത്തോടെയും പെരുമാറണം എന്നൊന്നും നമുക്ക് അവകാശപ്പെടാൻ കഴിയില്ല. പക്ഷെ നേതാക്കൾക്ക് കഴിയാം, അല്ലെ? ദിവ്യ എസ് അയ്യർ ആരാണ് എന്നും അവർ ഹോൾഡ് ചെയ്യുന്ന പൊസിഷൻ എന്താണെന്നും അവരുടെ രീതി എന്താണെന്നും അവരൊരു വ്യക്തി എന്ന രീതിയിൽ അംഗീകരിക്കേണ്ടതാണ് എന്നും ഈ കണ്ട തോന്നിവാസം സൈബർ ഇടത്ത് കാണിക്കുന്നത് സ്വന്തം അണികൾ സ്വന്തം പാർട്ടിയുടെ പേരിലാണ് എന്നുമുള്ളത് നേതാക്കൾക്ക് ബോധ്യപ്പെടണ്ടേ? അല്ല, ഇപ്പൊ നേതാക്കൾ തന്നെ ഇതിന് ഇറങ്ങി പുറപ്പെട്ടപ്പോൾ ആർക്കാണ് ബോധ്യപ്പെടേണ്ടത് എന്നുള്ളൊരു ചോദ്യമാണ്. എന്നിരുന്നാൽ പോലും ഉത്തരവാദിത്തപ്പെട്ട ആർക്കെങ്കിലും ഒന്ന് തിരുത്തണം എന്ന് തോന്നിക്കൂടായികയില്ലല്ലോ നാട്ടിൽ. നോക്കൂ മാധു, രാഷ്ട്രീയം എന്ന് പറയുന്നത് പെട്ടെന്ന് തീപിടിക്കുന്ന ഒരു വസ്തുതയാണ്, അറിയാമല്ലോ. അതിൽ നമ്മൾ സങ്കല്പമൊന്നുമില്ല. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ ഞാനത് ആദ്യമേ പറഞ്ഞാൽ, ഇതിപ്പം നമ്മൾ വലിയ പ്രത്യയശാസ്ത്രവും അല്ലെങ്കിൽ സ്ത്രീ സ്വാതന്ത്ര്യത്തിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. ഇപ്പോൾ ഞാൻ ശബരിനാഥൻ്റെ ഭാര്യയായ ദിവ്യായ സൈർ എന്ന് പറയുമ്പോൾ അതെന്താ അങ്ങനെ ചോദിക്കുന്നതൊക്കെ ചോദിച്ചാലൊന്നും ഉത്തരവില്ല. നമ്മളൊക്കെ സാധാരണ ശരാശരി മനുഷ്യൻ പറയുന്ന പോലെ ഞാൻ പറഞ്ഞത്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അഭിപ്രായം പറഞ്ഞു. ആ അഭിപ്രായം ഒരു രാഷ്ട്രീയമായിട്ട് കോൺഗ്രസ്സിൽ താല്പര്യപ്പെട്ടില്ല. അത് പ്രധാനപ്പെട്ട കാരണം ശബരിനാഥൻ്റെ ഭാര്യ ആയതുകൊണ്ട് മാത്രമല്ല, ഒരു IAS ഉദ്യോഗസ്ഥ എന്ന നിലയ്ക്ക് ഒരു പാർട്ടി സെക്രട്ടറിയെ പോഴ്ത്തുന്നതിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലാണ്ട് അതിൽ വേറെ കൂടുതലൊന്നും അന്വേഷിച്ച് പോകേണ്ട കാര്യമൊന്നുമില്ല. കാരണം നമ്മൾ ഈ നാട്ടിൽ ഈ സ്ത്രീകളെക്കുറിച്ച് ഇത്ര വലിയ ഒരു കാണുന്നവർക്കൊക്കെ ഈ ആശാവർക്കന്മാരുടെ സമരവും അതുപോലെ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ സമരമൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ടല്ലോ. അതൊക്കെ പോയിട്ട് അന്വേഷിച്ചിട്ട് എന്നിട്ട് മറ്റുള്ള കാര്യങ്ങൾ പറയാം. കൃത്യമായ അഭിപ്രായങ്ങളുണ്ട്, അല്ലെ? കോൺഗ്രസ് ഇപ്പം അവിടെ വന്നിട്ട് സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ടൊരു പരാമർശം അവിടെ നടത്തപ്പെട്ടപ്പോൾ വലിയ തോതിൽ നമ്മളെല്ലാവരും ചെറുത്തല്ലോ, ഒരേ ഭാഷയോട് കൂടി ചെറുത്തല്ലോ, അതിനെ നമ്മൾ അങ്ങനെ പാടില്ല എന്ന് തിരുത്താൻ തയ്യാറായല്ലോ. ഈ നമ്മൾ സ്ത്രീ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് പോകേണ്ടതില്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ പോകാതിരിക്കുക എന്നുള്ളതല്ല ഉത്തരവാദിത്തം. അവനവനാണ് തോന്നേണ്ടത്, അല്ലെ? നമ്മൾ എങ്ങനെ ചിന്തിക്കണം എന്നുള്ളത്. അപ്പൊ അങ്ങനെ ചിന്തിക്കുമ്പോൾ ഒരു ഉദ്യോഗസ്ഥ, വളരെ വിദ്യാസമ്പന്നയായ ഒരു ഉദ്യോഗസ്ഥ, അവരുടെ ഭർത്താവിന്റെ ഐഡന്റിറ്റി ആ രാഷ്ട്രീയം നോക്കി മാത്രം അഭിപ്രായ പ്രകടനം നടത്തിയാൽ മതി, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് വർഷമായതുകൊണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അയ്യോ അത് അങ്ങനെ പറഞ്ഞല്ലേ ഇനിയിപ്പോൾ അങ്ങോട്ട് പോകുന്നത് മോശമല്ലേ എന്ന് പറഞ്ഞ് നിൽക്കാൻ പറ്റുമോ? എൻ്റെ മാധു, IAS IPS ഉദ്യോഗസ്ഥന്മാർ പരസ്യമായിട്ട് രാഷ്ട്രീയമൊന്നും പറയാറില്ല നമ്മുടെ നാട്ടിൽ. പറഞ്ഞുകൊണ്ട് വലിയ നിയമപരമായ പ്രശ്നമൊന്നും വരില്ല. പക്ഷേ അതൊരു കീഴ്വഴക്കമാണ്. അങ്ങനെ രാഷ്ട്രീയത്തിൽ വരണം എന്നുള്ളവർ അത് രാജിവെച്ച് പോകും, അത്രേ ഉള്ളൂ വിഷയം. പക്ഷേ ഈ വാഴ്ത്തുപാട്ടും അതുപോലെ മുഖസ്തുതിയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഭരണകൂടത്തിൻ്റെ കീഴിൽ അതിനോട് താല്പര്യമുള്ള ആളുകൾക്കൊരു പക്ഷേ ഇതൊക്കെ വലിയ വിഷയമായിരിക്കില്ല. കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അവരിങ്ങനെ വാഴ്ത്തുപാട്ടിൻ്റെയും അല്ലെങ്കിൽ പ്രശംസ കൊണ്ട് മൂടുന്നവരുടെ സ്വഭാവത്തിൻ്റെ ഒരു സംവിധാനത്തിൽ ജീവിക്കുന്നവരായിരുന്നില്ല. ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ കാലത്താണെങ്കിലും ഏത് കാലത്താണെങ്കിലും ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ വാഴ്ത്തുപാട്ടിൻ്റെ കാലമാണ്, ഒരു ഭരണാധിപനെ സൂചിപ്പിക്കുന്ന കാലമാണ്. അപ്പോൾ അങ്ങനെ സൂചിപ്പിക്കുന്ന കാലം വരുമ്പോൾ അങ്ങനെയുള്ള ഒരു അസ്ഥാനത്തുള്ള പ്രശംസ വരുമ്പോൾ അതിനെ എതിർക്കും. അങ്ങനെ എതിർക്കുമ്പോൾ അതിന് രോഷം കൊള്ളുന്നതുകൊണ്ട് ഇല്ലെന്ന് പറഞ്ഞില്ല.
കാരണം CPM-നെ സംബന്ധിച്ചിടത്തോളം അവർക്കിപ്പോൾ ദിവ്യ എസ് അയ്യരെ എന്തിനാണ് പുകഴ്ത്തുന്നത്? കാരണം ദിവ്യ എസ് അയ്യരെ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളെക്കുറിച്ചാണ്. ആ ആളെക്കുറിച്ച് പ്രശംസിക്കുമ്പോൾ CPM അതിനോട് താല്പര്യം കാണിക്കാനും അവരെ തെറ്റ് പറയുന്നില്ല, അവരത് ഉപയോഗിക്കും. പക്ഷേ അവരത് ഉപയോഗിക്കുമ്പോൾ അവർ പറയേണ്ടതെന്ന് വെച്ചാൽ കോൺഗ്രസ്സുകാർക്ക് എന്താ കാര്യം എന്നൊക്കെ ചോദിച്ചാൽ കോൺഗ്രസ്സുകാർക്ക് കാര്യമുണ്ട്. കാരണം കോൺഗ്രസ്സുകാരനായ ഒരു നേതാവിൻ്റെ ഭാര്യ എന്ന് മാത്രമല്ല, ഒരു IAS ഉദ്യോഗസ്ഥ ഒരു CPM-ൻ്റെ സെക്രട്ടറിയെ പരസ്യമായി പുകഴ്ത്തുന്ന ഒരു പരിചിതമായ രാഷ്ട്രീയമോ പരിചിതമായ പ്രശംസയോ കേരളം കണ്ടിട്ടില്ല. വേറെ ഒന്ന് പറയൂ, കേരളം കണ്ടിട്ടില്ല. ശ്രീമതി ശാരദാ മുരളീധരൻ കറുപ്പിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇവിടെ ഒരു CPM നേതാവും വല്ലാതെ ബഹളം വയ്ക്കുന്നത് നമ്മൾ കണ്ടില്ലല്ലോ. അത് പ്രതിപക്ഷ നേതാവല്ലേ ആദ്യം വരെ ഫോണിൽ വിളിച്ചത്, നമ്മുടെ മുഖ്യമന്ത്രി അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ സ്ത്രീ സ്വാതന്ത്ര്യവും സ്ത്രീകളുടെ വിഷയത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ CPM പറയുന്നതിന് ആരും വിശ്വസിക്കുന്നില്ല. അത് മാത്രമല്ല, ജനങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു ഭരണകൂടത്തിൽ നിന്നും അസാധാരണമായ തരത്തിൽ ഇതിൽ പല കമന്റുകളും വായിക്കാൻ പോലും കൊള്ളാത്തതാണ് എന്ന് അങ്ങേക്കും അറിയാവുന്നതാണ്. പല കമന്റുകളും നമുക്ക് കുഞ്ഞുങ്ങളും മറ്റും കാണുന്ന ഒരു പരിപാടി, നമ്മുടെ സ്വീകരണ മുറിയിൽ ഇരിക്കുന്ന ടെലിവിഷൻ എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് വായിക്കാൻ പാടില്ല എന്ന് അങ്ങേക്കും അറിയാവുന്നതാണ്. ആ രീതിക്ക് ഇത് കൈവിട്ടു പോകുമ്പോൾ വിലക്കേണ്ടേ എന്നാണ് ചോദിക്കുന്നത്. അത് സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ വിഷയം തന്നെയാണ്. അഭിപ്രായം പറയുന്ന ഒരു സ്ത്രീ സൈബർ ഇടത്ത് അധിക്ഷേപിക്കപ്പെടുന്നു എന്നുള്ളത് ഈ രാഷ്ട്രീയക്കാർക്ക് ആർക്കും ശ്രദ്ധയിൽപ്പെടുത്താൻ പാടില്ലാത്ത ഒന്നാണോ? അവരാരും അതിനെപ്പറ്റി ഒരാകുലതയും ഇല്ലാത്ത മനുഷ്യരാണോ? ഇതിനൊരു പരിധിയില്ലേ പറയുന്നതിന്? തീർച്ചയായിട്ടും അങ്ങനെ പറയാൻ പാടില്ല, തെറ്റാണ്. അത് കോൺഗ്രസിൻ്റെ സമീപനമല്ല. CPM-ൻ്റെ ചില ഹാൻഡിലുകളൊക്കെ കാണിക്കുന്ന പോലെ സ്ത്രീകളെ അധിക്ഷേപിക്കുന്ന സ്വഭാവം കോൺഗ്രസ്സുകാർ ചെയ്യാൻ പാടില്ലാത്തതാണ്. അങ്ങനെ കോൺഗ്രസ്സുകാർ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ നിലയ്ക്ക് നിർത്തുക തന്നെ വേണം. അതും ഇതും നമ്മൾ കൂട്ടിക്കുഴക്കേണ്ട രണ്ടും രണ്ടാണ്. ഒന്ന്, ജനങ്ങൾ ഇഷ്ടപ്പെടാത്ത പേരിലാണ് അവർ അധിക്ഷേപത്തിന് വിധേയാകുന്നത്. അപ്പൊ രണ്ടും രണ്ടല്ല, ഒന്ന് തന്നെയാണ്. മാധു, ഒരു കാര്യം എന്താ വെച്ചാൽ അല്ല, ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ, ഒരു മിനിറ്റ് ഞാൻ ഇറങ്ങുകയാണ്, ഞാൻ പറയട്ടെ പ്ലീസ്. ഒറ്റ കാര്യമുള്ളൂ. അതായത് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, പരിചിതമല്ലാത്ത ഒരു പുകഴ്ത്തൽ വരുമ്പോൾ ഉണ്ടാകാവുന്ന അസഹിഷ്ണുതയായിട്ട് ഇതിനെ കണ്ടാൽ മതി. അല്ലാണ്ട് ഇതിൽ വേറെ വ്യക്തിപരമായിട്ട് അവരെ അധിക്ഷേപിക്കാൻ പാടില്ലെന്ന് മാത്രമല്ല, ദിവ്യ എസ് അയ്യരെ കോൺഗ്രസ്സുകാർ ഇന്ന് ഇഷ്ടപ്പെടുന്നു, സംശയം വേണ്ട. ആ ശബരിനാഥന്റെ ഭാര്യ ആയതുകൊണ്ടൊന്നല്ല, അവർ മിടുക്കിയായ IAS ഉദ്യോഗസ്ഥ തന്നെയാണ്. പക്ഷേ ഇത്തരത്തിലുള്ള സംസാരിച്ചതിന് അങ്ങ് ഈ സമയം വരെ ഉണ്ടാകുമെന്നാണ് പറയുകയും ചെയ്തത്. പക്ഷേ ഈ അസഹിഷ്ണുത എന്നുള്ളത് തന്നെയാണ്, അത് വെച്ച് പൊറിപ്പിക്കാൻ കഴിയാത്ത ഒന്ന് തന്നെയാണ് എന്നുള്ള ബോധ്യം നേതാക്കൾക്കെങ്കിലും വേണ്ടതുണ്ട്. അങ്ങനെ അണികൾക്ക് അധിക്ഷേപിക്കാൻ സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ത്രീയെ വിട്ടുകൊടുക്കുക എന്ന് പറയുന്നത് ഒരു ഉത്തരവാദിത്തമില്ലായ്മയും ആണ് എന്നുള്ളത് വ്യക്തമാണ് എന്നുള്ളത് കൊണ്ടാണ് അത് ആവർത്തിച്ച് ചോദിക്കുന്നത്. അല്ലാതെ രണ്ടും രണ്ടാണ് എന്ന നിലയ്ക്ക് അതിനെ ലഘൂകരിച്ച് കാണാൻ കഴിയില്ല. ശ്രീ ഷാബു പ്രസാദ്, ഇപ്പോൾ ഉദ്യോഗസ്ഥ തലത്തിൽ വരുന്ന വീഴ്ചകൾ അത് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു, അത് വലിയ വിവാദമാകുന്നു. ഞാൻ ദിവ്യ എസ് അയ്യരുടെ കാര്യമല്ല കേട്ടോ പറഞ്ഞത്, N പ്രസാദുമായി ബന്ധപ്പെട്ടും MR അജിത് കുമാറുമായി ബന്ധപ്പെട്ടാണ്. ഈ വീഴ്ച എന്ന് പറഞ്ഞതുകൊണ്ട് ആ രീതിക്ക് എടുക്കരുത് എന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഈ വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. കേരള രാഷ്ട്രീയത്തിൽ വലിയ തോതിൽ വിവാദമായ ഒന്നാണ് MR അജിത് കുമാറുമായി ബന്ധപ്പെട്ട പ്രശ്നം. അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ ഇത്രയും വിവാദങ്ങൾ ഉണ്ടായ പശ്ചാത്തലത്തിൽ DGP സ്ഥാനത്തേക്ക് പരിഗണിക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു കൈവിട്ട കളിയായിരിക്കുമെന്ന ബോധ്യത്തിൽ നിന്നാണോ അത്തരമൊരു തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുൻപുള്ള ഈ ക്ലീൻ ചിറ്റ്? പറഞ്ഞില്ല, പിണറായി വിജയൻ വളരെ കടുംപിടുത്തക്കാരനായ ഒരു മുഖ്യമന്ത്രിയാണ്, ഒരു നേതാവാണ്. ഭയങ്കര അഡമൻ്റാണ് അദ്ദേഹം. എന്ത് പ്രത്യാഘാതം, എന്തൊക്കെ സംഭവിച്ചാലും പ്രശ്നം എനിക്ക് വിഷയമല്ല. ഞാൻ എന്താണോ തീരുമാനിച്ചത്, എനിക്ക് എന്താണോ ഇഷ്ടം, ഞാൻ അതേ ചെയ്യുള്ളൂ. അതിൻ്റെ അകത്ത് പാർട്ടി പ്രതിസന്ധിയിലാകുന്നോ ഇതൊന്നും അദ്ദേഹത്തിൻ്റെ വിഷയമല്ല. അദ്ദേഹം അത് അങ്ങനെയാണ് എന്നും അദ്ദേഹം ചെയ്തിട്ടുള്ളത്. ഇവിടെയും അദ്ദേഹം അത് തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ ഈ ടോട്ടൽ ഇപ്പോൾ ഈ ചർച്ചയുടെ ആകമാനമുള്ള ഒരു സ്വഭാവം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് മനസ്സിലാക്കേണ്ടത്, നമ്മുടെയൊക്കെ ഈ ഉന്നത പദവിയിലിരിക്കുന്ന ഉദ്യോഗസ്ഥരൊക്കെ എത്രത്തോളം പലപ്പോഴും ചൈൽഡിഷായി പോകുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് ഇതൊക്കെ. ഇപ്പം ഈ ദിവ്യ എസ് അയ്യരുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇപ്പം മാധവ് പറഞ്ഞ, ഇവിടെ എല്ലാവരും പറഞ്ഞ പോലെ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, ഒരാൾക്ക് അവരുടേതായ ഐഡന്റിറ്റി ഉണ്ട്, പറയാനും പറയാതിരിക്കാനും ഇഷ്ടമുള്ള അഭിപ്രായം പ്രകടിപ്പിക്കാനും ഒക്കെയുള്ള അവകാശവും സ്വാതന്ത്ര്യവും എല്ലാം ഈ നാട്ടിലുണ്ട്. ഇതെല്ലാം നിലനിൽക്കെ തന്നെ നമ്മൾ ഈ പ്രത്യുൽപ്പന്ന മതിത്വം എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. മാധവ് എന്ത്, എപ്പോൾ, എവിടെ, എങ്ങനെ പറയണം എന്നുള്ള ആ ഒരു മിനിമം ബോധം, തൻ്റെ വാക്കുകൾ. ഇപ്പോൾ ഒരു കാര്യമുണ്ട്, ഈ പൊതുപ്രവർത്തകർ അല്ലെങ്കിൽ ഉന്നത പദവിയിൽ നിൽക്കുന്നവർ, ലൈംലൈറ്റിൽ നിൽക്കുന്നവർ, അങ്ങനെയുള്ളവർക്ക് ഒരുപാട് പരിമിതികളുമുണ്ട്.
അവർക്കൊക്കെ അവരുടെ സ്വകാര്യ അഭിപ്രായം, സ്വകാര്യത എന്നൊക്കെ പറയുന്നത് വളരെ ലിമിറ്റഡ് ആണ്. അവരുടെ ഓരോ വാക്കുകളും ഓഡിറ്റ് ചെയ്യപ്പെടും. പബ്ലിക്കായിട്ട് ഒരു അഭിപ്രായം പറയുമ്പോൾ അത് പബ്ലിക് അത് ഓഡിറ്റ് ചെയ്യും എന്നുള്ളത് വാസ്തവമല്ലേ? പ്രത്യേകിച്ച് കേരളത്തിൽ അടിമുടി രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട ചിന്താഗതിയും മൈൻഡ് സെറ്റുമുള്ള ഒരു നാട്ടില് ഓരോ വാക്കുകളും പ്രത്യേകിച്ച് ഇങ്ങനെയുള്ളവരുടെ ലൈംലൈറ്റിൽ നിൽക്കുന്നവരുടെ ഓഡിറ്റ് ചെയ്യപ്പെടും. അത് ഈ നാട്ടിലുള്ളതാണ്. ഈ അടുക്കള വളരെ ഒരുപാട് തീയും പുകയും ഉള്ളതാണ്. അതെല്ലാം അല്ല, അങ്ങനെ തീയിലും പുകയിലും നിൽക്കാൻ സന്നദ്ധരല്ലാത്ത മനുഷ്യർ കാലാകാലങ്ങളിൽ കാലത്തോട് തന്നെ പൊരുതി നേടിയിട്ടുള്ളതാണ് ഈ പറയുന്ന അഭിപ്രായ സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുന്നത്. അങ്ങനെ അഭിപ്രായ സ്വാതന്ത്ര്യം സമൂഹം അനുവദിച്ചു കൊടുത്ത മനുഷ്യർ മാത്രമാണ് അതൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോഴും ശുഷ്കമാകുമായിരുന്നു. ശ്രീ ഷാബു പ്രസാദ്, നമ്മളിലാരും ഈ പറയുന്നത് പോലെ ജനങ്ങൾക്ക് മുന്നിൽ ഇങ്ങനെ സംസാരിക്കുകയും ആയിരുന്നില്ല. അപ്പൊ അവർക്ക് അതൊക്കെ തിരിച്ചറിയാനുള്ള ബുദ്ധിയില്ലേ? ഞാനിങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെയാണ് എന്നുള്ളത്. അപ്പൊ അതിനപ്പുറത്തേക്ക് അവരുടെ അഭിപ്രായം പ്രകടിപ്പിക്കണമെന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിന് കഴിയില്ലേ? ഇല്ല, അവർക്ക് അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനെയോ അഭിപ്രായത്തിനെയോ ചോദ്യം ചെയ്തതല്ല, അവരുടെ അവകാശത്തിനെ ചോദ്യം ചെയ്തതല്ല. പക്ഷെ നമുക്കുള്ള അവകാശങ്ങൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ അതിന്റെ ദൂരവ്യാപകമായ റിസൾട്ടുകളും കൂടി ഇവർ മനസ്സിലാക്കണം എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അതുകൊണ്ടൊക്കെ തന്നെയാണ് പൊതുവെ ഇവിടെയുള്ള ഉദ്യോഗസ്ഥർ ഇത്രയും കാലം ഇങ്ങനെ പൊതുവെ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഈ രീതിയിലുള്ള അഭിപ്രായങ്ങൾ പറയാതെ അവരുടെ ഉത്തരവാദിത്തങ്ങളുമായിട്ട് പോകുന്നതിന്റെ കാരണം അതാണ്. അത് പക്ഷെ എന്താ ഇത്രയേ ഉള്ളൂ. ഇപ്പം ദിവ്യ എസ് ഒരു സാധാരണ ഒരു IAS ഉദ്യോഗസ്ഥയാണ്. അവർ വളരെ കഴിവുറ്റ സ്ത്രീയാണ്. അവർ വളരെ കമ്മിറ്റ്മെന്റ് ഉള്ളവരാണ്, കഠിനാധ്വാനിയാണ്, അവർ പ്രൂവണുമാണ്. ഇതിലൊന്നും ആർക്കും ഒരു സംശയമില്ല. അതിനോടൊപ്പം തന്നെ അവർ ഒരു ഉന്നത കോൺഗ്രസ് നേതാവിന്റെ ഭാര്യയുമാണ്. ഇതും ഒരു റിയാലിറ്റിയാണ്. അപ്പോൾ താൻ പൊളിറ്റിക്കൽ ഇംപ്ലിക്കേഷൻസ് ഉള്ള ഒരു അഭിപ്രായം പറയുമ്പോൾ ഒരു പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആണ്. KK രാഗേഷിനെ സംബന്ധിച്ചിടത്തോളം അതൊരു പൊളിറ്റിക്കൽ, ഒരു പാർട്ടിയുടെ ഉന്നത സ്ഥാനത്തേക്കുള്ള അല്ലെങ്കിൽ ഒരു ജില്ലയിലേക്കുള്ള വരവാണ്. അല്ലാതെ അദ്ദേഹം ഇപ്പോൾ ഒരു ഒഫീഷ്യലായി, അദ്ദേഹം ഒരു MLA ആയി അല്ലെങ്കിൽ ഒരു മന്ത്രിയായി, അങ്ങനെയല്ല. അങ്ങനെ വരുമ്പോൾ അവിടെ അഭിപ്രായം പറയുമ്പോൾ അതിന് സമൂഹത്തിൽ അഭിപ്രായം പറയാൻ, അതിനെ വിമർശിക്കാനുള്ള അവകാശം ഈ നാട്ടിലുണ്ട്. അങ്ങനെ സാഹചര്യത്തിലായിരുന്നെങ്കിലും വിട്ടുകൊടുക്കുന്നവരായിരിക്കില്ല ഈ വെട്ടുകളികൾ എന്നുള്ള നല്ല ബോധ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഇപ്പൊ KK രാഗേഷ് നാളെ ഒരു മന്ത്രിയാവുകയോ MLA ആവുകയോ അങ്ങനെ എന്തെങ്കിലും ആണ് എങ്കിൽ പോലും ഈ പറയുന്ന ഒരു അഭിപ്രായ പ്രകടനം നടത്തിയാൽ ഇതേ ആക്രമണം തന്നെയായിരിക്കും എന്ന കാര്യത്തിലൊന്നും സംശയമില്ലാന്ന് തോന്നുന്നു. ചുരുങ്ങി മറുപടി തരണേ ഡോക്ടർ പ്രേംകുമാർ. ഈ ഇരിക്കുന്ന കൊമ്പ് വെട്ടുക എന്ന് പറയുന്നൊരു പഴഞ്ചൊല്ല് ഓർമ്മയിൽ വരും. പ്രശാന്തിന്റെ ഇപ്പോഴത്തെ നടപടി കണ്ടാൽ അദ്ദേഹത്തിന് ഈ സ്ഥാനത്ത് തുടരണം എന്നില്ല എന്ന് തോന്നുന്നു. അല്ല, ഈ ഇപ്പൊ ഇരിക്കുന്നത് അയാൾ ഇഷ്ടപ്പെട്ട കൊമ്പാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. വേറെന്തോ ഒരു പക്ഷേ എന്താ പറയാ, കൊമ്പിന്റെ മുകളിൽ താഴെ വീഴുന്നതിന്റെ ഒരു സുഖം ഉണ്ടാവാം, വേറെ എന്തെങ്കിലും കൊമ്പ് കണ്ടുവച്ചിട്ടാവാം. പിന്നെ ചിലർക്ക് അതൊരു ഇഷ്ടമായിരിക്കും ഇങ്ങനെ വെട്ടി കളിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ സേഫ് ഒരു ഡിസ്റപ്ഷൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് പ്രൊഫഷണൽ ലൈഫിലും പേഴ്സണൽ ലൈഫിലും പൊളിറ്റിക്സിലും ഒക്കെ ഇഷ്ടമുള്ള കുറേ ആളുകളുണ്ട്. അത് പ്രശാന്തിന്റെ കരിയറിൽ കംപ്ലീറ്റ് ഇങ്ങനെ കാണാൻ പറ്റും. ഇനി ഒരു കുഴപ്പമില്ലെങ്കിലും മൂപ്പരായിട്ട് എന്തെങ്കിലും എന്താ പറയുക എന്തെങ്കിലും സംഗതികൾ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത്. പക്ഷേ ഒന്നുകിൽ നിങ്ങളൊരു സിസ്റ്റത്തെ വിശ്വസിച്ച് അതിൻ്റെ റൂൾസിനനുസരിച്ച് നീങ്ങണം, അല്ലെങ്കിൽ അതിൻ്റെ പുറത്ത് മാറി നിൽക്കണം. ഇത് രണ്ടിൽ നിന്നുകൊണ്ട് പറയുന്നത് ഇങ്ങനെ കുറേ അസ്വാരസ്യങ്ങളും എന്താ പറയുക കുറേ ബഹളങ്ങൾ ഉണ്ടാക്കാൻ മാത്രമാണ് സഹായകമാവുള്ളൂ എന്നാണ് ഞാൻ പറയുന്നത്. എനിക്ക് തോന്നുന്നത് അതൊരിക്കലും ഒരു പ്രൊഡക്റ്റീവായ ഒരു സംഗതി അല്ല. ഓക്കെ, ഒരു 30 സെക്കൻഡ് ഉണ്ടാവും ശ്രീ രാഹുൽ സർ. ഓൾ ഇന്ത്യ സർവീസസ് റൂൾസ് 1968 ആണ് ദിവ്യ എസ് അടക്കം ബാധകം. അത് പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസിനോ പൊളിറ്റിക്കൽ ഫ്ലാഗോ പൊളിറ്റിക്കൽ ബയസോ പറയരുതെന്നേ ഉള്ളൂ. ദിവ്യ ഞാൻ പുരുഷവാദിയാണ്, പക്ഷേ ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും മികച്ച സ്ത്രീരത്നങ്ങളിൽ ഒന്നാണ് ദിവ്യ എസ്. അവരെ ഇങ്ങനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് കോൺഗ്രസ് സംസ്കാരത്തിനോ ഒരു ഗാന്ധിയൻ സംസ്കാരത്തിനോ ചേർന്ന കാര്യമല്ല. മുതിർന്ന നേതാക്കൾ ആരെങ്കിലും ഇടട്ടോ അത് പിൻവലിപ്പിക്കണം. ഭാവി ദോഷം ചെയ്യും, പിന്നെ കണ്ടോളാന്നൊക്കെ പറയുന്നത് വളരെ മോശമാണ്, വളരെ ചീപ്പാണ്. പ്രേക്ഷകർക്ക് 3 വിഷയമാണ് നമ്മൾ എടുത്തതെങ്കിലും 3 വിഷയത്തിലുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി പോയ ഒരു ദിവസമാണ്. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും.